തീർച്ചയായിട്ടും നിരാശാജനകമായ ഒരു വിധിയാണ് ഉണ്ടായിട്ടുള്ളത്. ഐ ഫെയർലി അഡ്മിറ്റ് ഞാൻ നടത്തി വന്ന ഫൈറ്റിൽ, അഴിമതിക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിൽ, നിയമയുദ്ധത്തിൽ ഒരു സെറ്റ്ബാക്കാണ്, ഒരു തിരിച്ചടിയാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയൊന്നുമില്ല. അതൊക്കെ അദ്ദേഹം അതൊക്കെ നടത്താനുള്ള പക്വതയും പരിജ്ഞാനവും ഒക്കെ ഉള്ള ഒരു ചെറുപ്പക്കാരനാണ്. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസവും മാത്യു കുഴൽനാടനോടില്ല. ബോധപൂർവം നുണപ്രചാരണം നടത്തുക, അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുക, ഒരു വസ്തുതയുമില്ലാതെ ആക്ഷേപം ഉന്നയിക്കുക, ഈ ആക്ഷേപങ്ങൾ ഉന്നയിച്ച് അതെല്ലാം തകർന്നടിയുമ്പോൾ വീണ്ടും എന്തെങ്കിലും ആക്ഷേപങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് നോക്കുക. ഇതൊന്നും ഒരു ശരിയായ രാഷ്ട്രീയ പ്രവർത്തനമല്ല. അവസാനം കോടതി തന്നെ പറഞ്ഞില്ലേ, ഒരു തെളിവുമില്ല, ഒരു കടലാസ് പോലും തരാനില്ല. ഒരു പരാതി എഴുതി കൊടുത്ത് കോടതിയുടെ സമയം വരെ കളയുകയല്ലേ ചെയ്തത്. കുഴൽനാടൻ്റേത് വ്യക്തിപരമായ തോൽവിയായി ചുരുക്കാവുന്നതേയല്ല, പ്രതിപക്ഷ ശൈലിക്കുള്ള തിരിച്ചടിയാണ്. വസ്തുതകൾക്ക് പുല്ലുവില കൽപ്പിക്കാതെ കെട്ടുകഥകൾക്കും നുണകൾക്കും പിറകെ സഞ്ചരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിന് സ്വാഭാവികമായി സംഭവിക്കുന്ന തിരിച്ചടി. മുൻ പ്രതിപക്ഷത്തിൽ നിന്ന് ഒട്ടും ഭിന്നമല്ല ഇപ്പോഴത്തെയും പ്രതിപക്ഷം. കഥാപാത്രങ്ങൾക്ക് മാത്രമാണ് മാറ്റം. സംഘ് പരിവാറിൻ്റെ ഉത്തരേന്ത്യൻ ശൈലിയിൽ മുഖ്യമന്ത്രി പിണറായിയെ വെറുക്കാൻ കോൺഗ്രസുകാരെ പഠിപ്പിക്കുന്ന തന്ത്രം, അതിനൊപ്പം കുഴൽനാടൻ്റെ തന്ത്രം കൂടിയായപ്പോൾ പൊളിച്ചു. മാധ്യമങ്ങൾക്ക് കുഴൽനാടൻ പറയുന്നത് അവസാന വാക്കായി മാറി. പക്ഷേ കോടതിയിൽ പോയപ്പോൾ കളിപ്പാളി. കുഴൽനാടൻ തോൽക്കില്ല എന്ന് ധരിച്ചു നടന്നവരോട് അന്നും ഇന്നും സർക്കാർ പറഞ്ഞത് ഒരേ മറുപടിയാണ്. അതാകെ ശരിവെക്കുന്നതായിരുന്നു വിജിലൻസ് കോടതി വിധി. ആരോപണങ്ങളുടെ പുകമറ തീർത്ത് മുഖ്യമന്ത്രിയെ അതിൽ നിർത്താൻ ശ്രമിച്ചവർക്ക് മുന്നിൽ മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചിറ്റായി മാറി കോടതി വിധി. നീതിയുടെ പൊൻകിരണം മുഖ്യമന്ത്രിയെ തഴുകുന്നത് കണ്ട് കുഴൽനാടൻ ഫാൻസ് ഞെട്ടി. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് ഡോക്ടർ ഷിജു ഖാൻ, CPIM, റോണി കെ ബേബി, കോൺഗ്രസ്, അഡ്വക്കേറ്റ് ലാൽകുമാർ, ഇടത് നിരീക്ഷകൻ. ആദ്യം റോണി കെ ബേബിയിലേക്ക്. റോണി, യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയ ആരോപണങ്ങൾ എന്ന് പറയുന്നത് ഏത് കാലത്തേക്കും അതിന് ആയുസ്സുള്ള ഒന്നാണെന്ന് നമുക്കറിയാം. ആ രീതിയിൽ അതിങ്ങനെ പറഞ്ഞു നടക്കാൻ കഴിയും. അങ്ങനെ കാലങ്ങളോളം പറഞ്ഞു നടക്കാമായിരുന്ന ഒന്നാണോ കുഴൽനാടനായിട്ട് ഇല്ലാതാക്കിയത്? ഞാനത് വെറുതെ പറയുന്നില്ല. ഇപ്പോൾ ഹർജികൾ, ഇപ്പോൾ വിജിലൻസ് കോടതിയിലെ കുഴൽനാടൻ്റെ ഹർജി രേഖകളൊക്കെ പരിശോധിച്ച്, കുഴൽനാടൻ സമർപ്പിച്ച രേഖകളൊക്കെ പരിശോധിച്ച് അതിന്മേൽ വാദം കേട്ട് തള്ളുക മാത്രമല്ല ചെയ്തത്, തള്ളുന്ന കൂട്ടത്തിൽ പലതും പറഞ്ഞു. അതിലൊരു പ്രധാനപ്പെട്ട ഭാഗം ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് കോടതി പറഞ്ഞതുകൂടി സംഭവിച്ചതോടെ പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആയുധം ഇല്ലാതായല്ലോ. ശരത്തിന്റെ ഇൻട്രോ കേട്ട് കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നത് ഈ നിയമ പോരാട്ടത്തിന് ഒരു പൂർണ്ണ വിരാമം ഇട്ടു എന്നാണ് അങ്ങയുടെ ഇൻട്രോ വഴി കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷെ നമുക്കറിയാം, ഇതൊരു നിയമ പോരാട്ടത്തിന് തുടക്കം മാത്രമാണ്. ഇവിടെ പരാജയപ്പെട്ടു, അല്ലെ മാത്യു കുഴൽനാടൻ പരാജയപ്പെട്ടു, തോറ്റു പിൻവാങ്ങി എന്നൊന്നും ഇതുകൊണ്ട് അർത്ഥമില്ല. അദ്ദേഹം പറഞ്ഞൊരു സെറ്റ്ബാക്ക് എന്ന് മീൻസ് ഒരു തിരിച്ചടി എന്ന് പറഞ്ഞാൽ ഇത് എല്ലാം അവസാനിച്ചു എന്നുള്ളതല്ല. കാരണം ഒരു നിയമ പോരാട്ടം, കാരണം നമുക്കറിയാം ഏതൊരു നിയമ പോരാട്ടമാണെങ്കിലും അത് വിജിലൻസ് കോടതിയുണ്ട്, അതിന് മുകളിൽ ഹൈക്കോടതിയുണ്ട്, സുപ്രീം കോടതിയുണ്ട്, അവിടം വരെ ചെന്ന് ഏത് പോരാട്ടമാണെങ്കിലും. ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടാലും സ്വാഭാവികമായിട്ടും അതും എത്താൻ പോകുന്നത് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമാണ്. അപ്പോൾ മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും എതിരെയുള്ള ആരോപണങ്ങൾ നിലനിൽക്കില്ല എന്ന് സ്വാഭാവികമായും വിജിലൻസ് കോടതി വിധി വരുമ്പോൾ അതിനെതിരെ ഹൈക്കോടതിയും സുപ്രീം കോടതിയിലും ഒക്കെ പോകും. പക്ഷെ ഇവിടെ രാഷ്ട്രീയമൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ, ആ ആരോപണങ്ങൾ ഇപ്പോഴും പ്രഥമ ദൃഷ്ടിയ അത് പിന്നെ ആ ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. ഇവിടെ പറഞ്ഞതുപോലെ ഇവിടെ ഈ പറയുന്ന ഗവൺമെന്റ് ഒക്കെ മറുപടി നൽകി, അല്ല മുഖ്യമന്ത്രിയൊക്കെ ഇതിനകത്ത് മറുപടി നൽകി എന്നാണ് ഇന്റർവ്യൂവിൽ പറഞ്ഞത്. ഈ ഉയർന്ന ആരോപണങ്ങളിൽ എവിടെയെങ്കിലും മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളോ ഈ ആരോപണങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു മറുപടി നൽകിയതായി ഞങ്ങളുടെ ആരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതുപോട്ടെ, കോടതിയിൽ ആ വാദം കൂടി കേട്ടും ആ രേഖകൾ പരിശോധിച്ചുമല്ലേ കോടതി വിധി പറഞ്ഞത്? ഇനി റോണി പറഞ്ഞ പോലെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല, മുഖ്യമന്ത്രി മൗനം, സഭയിൽ പറഞ്ഞതും തൃപ്തിയല്ല, സഭയ്ക്ക് പുറത്തു പറഞ്ഞതും തൃപ്തിയല്ല എന്നിരിക്കട്ടെ. പക്ഷേ ഈ ഹർജിയിൽ സർക്കാർ വാദം, വിജിലൻസ് കോടതിയിൽ സർക്കാർ അഭിഭാഷകൻ ഇതിനോരോന്നിനും മറുപടി കൂടി പറഞ്ഞതുകൂടി കേട്ടുകൊണ്ടാണല്ലോ ആ ദീർഘമായ വിധിന്യായം വന്നിട്ടുള്ളത്. റോണി, ശരത്ത്, ഞാൻ രണ്ട് കാര്യങ്ങൾ അങ്ങയുടെ ശ്രദ്ധയിൽ പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുക.
ഈ വിജിലൻസുമായി ബന്ധപ്പെട്ട കേസുകളുമായി ഒക്കെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട പൊതുപ്രവർത്തകർക്കെതിരെ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ സുപ്രധാനമായിട്ടുള്ള ഒരു വിധി വന്നിട്ടുണ്ട്. അത് ലളിതാകുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP 2013 വന്ന വിധിയാണ്. ആ വിധിയിൽ വളരെ കൃത്യമായി തന്നെ സുപ്രീം കോടതി പറയുന്നുണ്ട്, പൊതുപ്രവർത്തകർക്കെതിരെ അഴിമതി ആരോപണങ്ങൾ വന്നാൽ അവരിൽ തന്നെ നിന്നുകൊണ്ട് FIR രജിസ്റ്റർ ചെയ്ത ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ, അതിന് അങ്ങനെ പറയുന്നത്, അല്ലാതെ ഒരു പ്രിലിമിനറി എൻക്വയറി എന്നോ പ്രാഥമിക പരിശോധന എന്നോ ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ, അത് ഇത്ര ദിവസം സമയപരിധിക്കുള്ളിൽ വിജിലൻസ് നടത്തണം. ആ ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തിയതിനു ശേഷം ഇത് പ്രഥമ ദൃഷ്ട്യാ ഈ ആരോപണങ്ങൾ നിലനിൽക്കുന്നതല്ല എങ്കിൽ ഇപ്പോൾ തന്നെ വിജിലൻസ് ആ ചാർട്ടർ അവിടെ അടയ്ക്കാമെന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം, മാത്യു കുഴൽനാടൻ ഈ വിജിലൻസ് കോടതിയെ സമീപിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പരാതിയുമായി സമീപിച്ചത് വിജിലൻസ് ഡയറക്ടറെ. പക്ഷെ വിജിലൻസ് ഡയറക്ടർ ആ പരാതി മേടിക്കുകയല്ലാതെ അതിൽ ഒരു തുടർ നടപടി ഉണ്ടായിട്ടില്ല. അവിടെ നിയമപരമായിട്ടുള്ള ഒരു പാളിച്ച ഒന്ന്. രണ്ട്, ഇവിടെ വന്ന കാതലായ രണ്ട് ആരോപണങ്ങൾ ഉത്തരദൃഷ്ടിയ. ഒന്നാമത്തെ ആരോപണം എന്താ? ഇവിടെ ഈ പറയുന്ന KREML എന്ന് പറയുന്ന കമ്പനിക്ക് ഭൂപരിധി അല്ലെ ഭൂപരിഷ്കരണ നിയമത്തിന് പരിധിക്കപ്പുറം അല്ലെങ്കിൽ ഭൂപരിധി നിയമത്തിനപ്പുറം ഭൂമി കൈവശം വയ്ക്കുവാൻ അത് റവന്യൂ വകുപ്പിന്റെ തീരുമാനത്തെ മറികടന്നുകൊണ്ട് മുഖ്യമന്ത്രി എന്നെ തലവിട്ടു. അവിടെ മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ട് വളരെ സംശയാസ്പദമാണ്, ദുരൂഹമാണ് ആ ഇടപെട്ടു. ക്യാബിനറ്റ് മിനിറ്റ്സ് ഉൾപ്പെടെ ക്യാബിനറ്റ് അതാണല്ലോ ഇവിടെ അഴിമതിയായി റവന്യൂ വകുപ്പ് പോലും തള്ളിക്കളഞ്ഞ റവന്യൂ വകുപ്പ് പോലും തള്ളിക്കളഞ്ഞ ഒരു അപേക്ഷ അല്ലെങ്കിൽ ജില്ലാ ബോർഡ് കൂടി 3 തവണ അനുമതി നിഷേധിച്ച ഒരു കാര്യം. കാരണം ഭൂപരിധി നിയമത്തിൽ മുഖ്യമന്ത്രിയുടെ പാർട്ടി പറഞ്ഞാൽ മതി, റോണിയ മുഖ്യമന്ത്രിയുടെ പാർട്ടി പറഞ്ഞാൽ മതി. അതിലാണല്ലോ ഇടപെട്ടു. എങ്ങനെ മന്ത്രിസഭയുടെ തലവൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാലോ. മുഖ്യമന്ത്രിയുടെ പ്രത്യേക റവന്യൂ വകുപ്പ് അനുമതി നിഷേധിച്ച ഒരു ഫയൽ, ജില്ലാ ബോർഡ് 3 തവണ അനുമതി നിഷേധിച്ച ഒരു കാര്യം. ഇതിന്റെ അകത്ത് എങ്ങനെ ഇവർക്ക് ഈ പറയുന്ന ഭൂപരിധി നിയമത്തിനപ്പുറം ഭൂമി കൈവശം വയ്ക്കാൻ കഴിഞ്ഞു? ഇളവ് കൊടുത്തു എന്നാണോ? കാരണം അതിനകത്ത് ലീഗലി എന്താണെന്നറിയോ? ലീഗലി കുഴൽനാടന് കോടതി കൊടുത്ത കേസിൽ പോലും അതില്ല. കുഴൽനാടൻ പോലും പറഞ്ഞത്, വാദത്തിൽ പറഞ്ഞ ഭാവിയിൽ അങ്ങനെ സംഭവിച്ചേക്കാം. എനിക്കറിയേണ്ട ഒറ്റ കാര്യമുള്ളൂ. റോണി ഇപ്പോൾ പറഞ്ഞു മുഖ്യമന്ത്രി ഇടപെട്ടു. കോടതി വിധി വന്നതിന് ശേഷവും റോണിയെ പോലെ ഒരു കോൺഗ്രസ് നേതാവ് ഈ ചർച്ചയിൽ അങ്ങനെ പറയുമ്പോൾ മുഖ്യമന്ത്രി ഇടപെട്ടു എന്ന് പറഞ്ഞാൽ വളരെ നെഗറ്റീവ് സെൻസാണ് ആ പറഞ്ഞത്. മുഖ്യമന്ത്രി ഇടപെട്ടു എന്ന് പറയുന്നത് ഏത് വിധത്തിലാണ് റോണി വിശദീകരിക്കുന്നത്? അതുകൂടി കേട്ട ശേഷം ഞാൻ ഷിജു ഖാനിലേക്ക് പറയാം. ഒന്ന്, ഈ പറയുന്ന ജില്ലാ ലാൻഡ് ബോർഡ് തള്ളിക്കളഞ്ഞ ഒരു കാര്യം. രണ്ട്, റവന്യൂ വകുപ്പ് തള്ളിക്കളഞ്ഞ ഒരു കാര്യം. ആ കാര്യത്തിന് മുകളിൽ ക്യാബിനറ്റ് കൂടി, ക്യാബിനറ്റ് കൃത്യമായിട്ടുള്ള ക്യാബിനറ്റ് മിനിറ്റ്സ്, ആ മിനിറ്റ്സിന്റെ രേഖ ഞങ്ങളും ഹാജരാക്കി. അതിലെന്താ പറയുന്നത്? പക്ഷെ അതിനകത്ത് വന്നൊരു പ്രശ്നം, ആ ഈ പറയുന്ന ക്യാബിനറ്റ് നോട്ടിൽ ക്യാബിനറ്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് ഇത് ഈ പറയുന്ന അഡ്വക്കേറ്റ് ജനറലിന്റെ പരിഗണനയ്ക്ക് വിടണം. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താ അറിയോ? അഴിമതി നടക്കുന്നതിനോടൊപ്പം തന്നെ ബുദ്ധിപരമായ അഴിമതി മൂടി വെക്കുവാൻ, കാരണം പിടിക്കപ്പെടാതിരിക്കുവാൻ കൃത്യമായി. കാരണം എന്താ? ഈ നിയമത്തെ മറികടക്കുവാൻ വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം മേടിച്ചു എന്ന് വരുത്തി തീർത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവർക്ക് എന്നിട്ട് അവർക്ക് ഇളവ് കൊടുത്തോ? അതുകൊണ്ടാണല്ലോ അവർ ഭൂമി കൈവശം വെച്ചത്. ഇളവാണ് പ്രശ്നം. ഭൂമി കൈവശം വെക്കുന്ന ഉടമസ്ഥതയിൽ ഭൂമി വാങ്ങിയത് വെക്കുന്നത് തെറ്റില്ല. ഭൂപരിധിയിൽ ഇളവ് കൊടുത്തോ? ചോദ്യം അതാണ്. ഈ സർക്കാർ ഭൂപരിധിയിൽ ഇളവ് കൊടുത്തോ? അതാണല്ലോ ഇടപെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് നേട്ടമുണ്ടാകണം എങ്കിൽ വഴിവിട്ട രീതിയിൽ മുഖ്യമന്ത്രി താല്പര്യാർത്ഥം ഇടപെട്ട് അത് സാധ്യമാക്കി കൊടുക്കണം. അങ്ങനെ ഭൂപരിധിയിൽ ഇളവ് ഈ സർക്കാരിൻ്റെ കാലത്ത് ലാൻഡ് ബോർഡ് CMRL-നോ അവരുടെ കമ്പനിക്കോ നൽകിയിട്ടുണ്ടോ? അവരുടെ ഭൂമിക്കോ കിട്ടിയിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ്? അങ്ങനെയല്ലല്ലോ, ഇതിന് ഉത്തരം പറയും. കിട്ടിയിട്ടുണ്ടോ? തീർന്നു, കേസ് ഇവിടെ തീർന്നു. നിയമപരമായി അല്ല ഇവര് ഭൂമി കൈവശം വെച്ചിരിക്കുന്നത്. ആ ഭൂമി തിരിച്ചു പിടിക്കണം. എന്തുകൊണ്ട് ആ ഭൂമി തിരിച്ചു പിടിക്കണം? അതല്ലല്ലോ, ഭൂപരിധിയിൽ ഇളവാണ്. ഭൂമി വാങ്ങാൻ ഇവിടെ ആർക്കും തടസ്സമില്ല. അത് ഭൂപരിധിക്കും അപ്പുറത്ത് പോയോ, അല്ലെങ്കിൽ ആ ഭൂപരിധിയിൽ ഇളവ് വേണം എന്നവർ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടോ? ആ കാര്യത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ടു എന്ന് താങ്കൾ ആവർത്തിക്കുമ്പോൾ അങ്ങനെ ഇടപെട്ടവർക്ക് ഇളവ് വാങ്ങിച്ചു കൊടുത്തോ? ഇതാണ് അതിലെ പ്രശ്നം. എന്നാൽ റോണി കേട്ടോളൂ, അങ്ങനെയൊന്നുമല്ല. നമുക്ക് ഈ ചർച്ചയുടെ വഴി അതിലേക്ക് വരാം. ഞാൻ മറ്റുള്ളവരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഞാൻ വരാം, റോണി വരാം. എന്താണ്
ഒരു കാര്യം കൂടെ, ഇവിടെ രണ്ടാമത് ഉയർന്ന ആരോപണം എന്ന് പറഞ്ഞാൽ എന്താ, കേന്ദ്ര സർക്കാർ ഇടപെട്ടുകൊണ്ട് സ്വകാര്യ മേഖലയിൽ ഖനനം പാടില്ല എന്ന് ഉത്തരവ് വന്നിട്ടും ആ ലീസ് റദ്ദാക്കുവാനായിട്ട് എന്തുകൊണ്ട് സർക്കാർ തയ്യാറല്ല? ഇതിലൂടെ രണ്ടു കാര്യങ്ങളോട് ഓക്കേ, വരാം ഡീറ്റെയിൽസിലേക്ക് വരാം റോണി, വരാം. കാരണം നിങ്ങൾ പറയുന്നത് കേൾക്കാനാണ് രസം. കാരണം നിങ്ങളുടെ കേസ് തോറ്റുപോയ കേസാണ് ഇപ്പോൾ കോടതിക്ക് പുറത്ത് റോണി വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വാദിക്കുന്നതിൽ പലതും ഈ പറഞ്ഞതുപോലെ കുഴൽനാടന്റെ ഹർജിയിൽ ഇല്ലാത്ത കാര്യങ്ങളാണെന്നും പറയേണ്ടി വരും. ഇനി രണ്ടാമത്തെ കാര്യം, അല്ല ഇവിടെ തോറ്റു. ഞാൻ അതിന്റെ കോണ്ടെക്സ്റ്റിലേക്കാണ് ഞാൻ വരുന്നത്. ഇവിടെ തോറ്റല്ലോ. ഞാൻ അതിൻ്റെ കോണ്ടെക്സ്റ്റിലേക്കാണ് വരുന്നത്. ഇത് ഒരു കോടതിയിലെ തോൽവിയല്ല റോണി. ഞാൻ താങ്കളുടെ ഊഴം വരുമ്പോൾ താങ്കൾ അതിലേക്ക് വരിക. പക്ഷേ താങ്കൾ ഈ ഒരു കോടതി കൊണ്ട് തീരുന്നില്ലല്ലോ, ഈ കോടതി എന്നുള്ള നിലയിൽ. പക്ഷേ ഒരു കേസിനെ സംബന്ധിച്ച് അതിൻ്റെ ട്രയൽ കോർട്ട് എന്ന് പറയുന്നത്, അതിൻ്റെ അടിസ്ഥാനപരമായ കോടതി വിധി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട, ഇനിയൊക്കെ ഇതിൻ്റെ പുറത്തേക്കുള്ള യാത്രകൾ മാത്രമാണ്. അതവിടെ പോട്ടെ, എന്തു ആവട്ടെ. ഇതേ വിഷയത്തിൽ കരിമണൽ ഖനനം, തോട്ടപ്പള്ളിയിലെ മണലെടുപ്പിനെ കരിമണൽ ഖനനമാക്കി ചിത്രീകരിച്ച് അതിൻ്റെ ഭാഗമായിട്ടുള്ള അഴിമതി ആരോപിച്ച് ഇതാദ്യമായിട്ടല്ല പോകുന്നത്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലേക്ക് മാത്യു കുഴൽനാടൻ തന്നെ അഭിഭാഷകനായി പ്രാദേശിക കോൺഗ്രസ് നേതാവിനെ ഹർജിക്കാരനാക്കി മറ്റൊരു കേസും, അങ്ങനെ 2 കേസുകൾ ഹൈക്കോടതി വരെ പോയി. 2 കേസിലും സിംഗിൾ ബെഞ്ചിലും ഡിവിഷൻ ബെഞ്ചിലും തോറ്റതാണ്. അവിടെ തീരുന്നില്ല. അതിനുശേഷം മൂവാറ്റുപുഴ കോടതിയിൽ മറ്റൊരു പൊതുപ്രവർത്തകൻ ഹർജി കൊടുത്തു. ആ അഴിമതി ഇതേ കോണ്ടെക്സ്റ്റിൽ അഴിമതി ആരോപിച്ചിട്ട് അന്വേഷണം മൂവാറ്റുപുഴ വിജിലൻസ് കോടതി തള്ളി. ഒരു നിമിഷം, ഞാൻ വരാം. രണ്ടാമത്തത് കോട്ടയം വിജിലൻസ് കോടതിയിൽ, ഹൈക്കോടതിയിൽ മാത്യു കുഴൽനാടൻ്റെ കക്ഷിയായി ഹർജിക്കാരനായി വന്ന അതേയാൾ ഹർജിക്കാരനായി കോട്ടയം വിജിലൻസ് കോടതിയിൽ കേസ് കൊടുത്തു. ഇതേ കോണ്ടെക്സ്റ്റിൽ ഈ കാര്യങ്ങളാകെ പറഞ്ഞുകൊണ്ട് അഴിമതി, കരിമണൽ അഴിമതി, അതും തള്ളി. അതിനുശേഷം തൃപ്തി പോരാഞ്ഞ് അഭിഭാഷകൻ തന്നെ ഹർജിക്കാരനായി മാറി, കുഴൽനാടൻ തന്നെ ഹർജിക്കാരനായി തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഇതേ കോണ്ടെക്സ്റ്റിൽ അഴിമതി ആരോപിച്ചുകൊണ്ട് ഹർജി കൊടുത്തു. അത് തള്ളിയതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇത്രയും കോടതികളിൽ തള്ളപ്പെട്ടതാണ് എന്ന വസ്തുത കൂടി ഉണ്ട് എന്ന് ഞാൻ റോണി അറിയിക്കുന്നു. ഇവിടെ ഞാൻ ഷിജു ഖാനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇതൊക്കെ ആകുമ്പോഴും റോണി ഞാൻ വരാം. ഇന്നലെയും ചർച്ച ചെയ്ത വിഷയമായതുകൊണ്ടാണ് സബ്ജക്റ്റിലേക്ക് കുറച്ചുകൂടി പോകാമെന്ന് വിചാരിക്കുന്നത്. ഇവിടെ സത്യത്തിൽ CPM-നെ സംബന്ധിച്ച്, സർക്കാരിനെ സംബന്ധിച്ച് വേറെ നിലയിൽ നോക്കാവുന്നതല്ലേ? ഇത് മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് എന്ന ഒരു വലിയ നേട്ടം സർക്കാരിനെ സംബന്ധിച്ച്, മുന്നണിയെ സംബന്ധിച്ച് പറയാം. എന്നാൽ അതേസമയം തന്നെ ഈ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് ഒക്കെ ഏറ്റവും അധികം സഹായം CMRL ചെയ്തു കൊടുത്തത് ആരാണ് എന്നൊരു ചർച്ച ഈ ഹർജി മൂലം കൂടുതൽ, അല്ലെങ്കിൽ ഈ ആരോപണങ്ങൾ മൂലം രൂപപ്പെട്ടില്ലേ? അത് കുറേ കൂടി ജനങ്ങളിലേക്ക് എത്തിയില്ലേ? AK ആൻ്റണിയുടെയും അതുപോലെ K കരുണാകരൻ്റെയും ഒക്കെ സർക്കാരുകൾ, ഉമ്മൻചാണ്ടിയുടെയും UDF സർക്കാരുകൾ CMRL ചെയ്തിട്ടുള്ള വലിയ സേവനങ്ങൾ, അവർക്ക് അനുകൂലമായ സേവനങ്ങൾ, ആ കാലത്ത് അതിനെതിരെ ആലപ്പുഴയിൽ നടന്ന വലിയ സമരങ്ങൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വകാര്യ മേഖലയിലെ ഖനനം എന്ന തീരുമാനം പോലും നടപ്പാക്കാൻ കഴിയാതെ പോയത്, അതുപോലെ തന്നെ ഇപ്പോൾ ഈ വാങ്ങിച്ച ഭൂമിയുണ്ടല്ലോ, ആ ഭൂമി അതിന് അനുമതി കൊടുത്തത്, അതിന് വേണ്ട സാഹചര്യം ഒരുക്കിയത് UDF സർക്കാരിൻ്റെ കാലത്ത്, അതുപോലെ തന്നെ ഈ പറഞ്ഞ KSFDC വ്യവസായ വകുപ്പിൻ്റെ സ്ഥാപനം വഴി ശശിധരൻ കർത്തായുടെ സ്ഥാപനത്തിൽ ഷെയർ എടുപ്പിച്ചത്, അത് കൂട്ടിയത് UDF സർക്കാരിൻ്റെ കാലത്ത്, അതുപോലെ തന്നെ അതിന് പ്രത്യുപകാരമായി കോടികൾ വാങ്ങിയത് UDF നേതാക്കളെന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്, ഇതെല്ലാം ജനങ്ങളിലേക്ക് കുറേ കൂടി എത്തുന്നതിനും ചർച്ച ചെയ്യുന്നതിനും അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നതിനും കുഴൽനാടൻ്റെ ഈ നിയമനീക്കം മറ്റത് രാഷ്ട്രീയാരോപണമാണ് എന്ന പ്രശ്നമുണ്ട്. പക്ഷേ കോടതിയിലേക്ക് പോയതോടെ, കോടതി അതാകെ പരിശോധിച്ച് തീർപ്പ് കൽപ്പിക്കുന്നതോടെ LDF-നെ സംബന്ധിച്ച് ഇക്കാര്യങ്ങൾ ജനങ്ങൾക്ക് കുറേ കൂടി വ്യക്തത വരുത്തുന്നതിനും സർക്കാർ പറയുന്നത് ആ വിധത്തിൽ ജനങ്ങൾക്ക് കുറേ കൂടി ബോധ്യം വരുന്നതിനും ഇടയാക്കിയോ ഷിജു ഖാൻ? ശ്രീ ശരത്, അങ്ങയുടെ അവതരണത്തിൽ ഒരു കാര്യം അങ്ങ് പറയുകയുണ്ടായി. ഇന്നലെയും നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തതാണെന്ന്. വളരെ പ്രധാനപ്പെട്ട ഒരു കോടതി വിധി 1-2 ദിവസം ചർച്ച ചെയ്താൽ പോരാ ശ്രീ ശരത്. കഴിയുമെങ്കിൽ ഒരാഴ്ച ഈ കേരളം ഈ വിഷയം ചർച്ച ചെയ്യണം, ഇതിലെ ഓരോ വരിയും ചർച്ച ചെയ്യണം. ഞാനത് പറയുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, തെളിവിൻ്റെ ഒരു കണികയോ പിൻബലമോ പോലുമില്ലാതെ മനോരമ പോലൊരു പത്രം എഴുന്നള്ളിച്ച നുണയെ ഏറ്റുപിടിച്ച് മാത്യു കുഴൽനാടൻ എന്ന ജനപ്രതിനിധി നടത്തിയ ദുഷ്ടലക്ഷ്യത്തോടു കൂടിയ ഒരപസർപ്പക കഥയെ അനുസ്മരിപ്പിക്കുന്ന തെറ്റായ വാർത്തകളെ എത്ര ദിവസമാണ് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ കൊണ്ടാടിയത്. പുതുപ്പള്ളി ഇലക്ഷൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ CPIM-നെയും സഖാവ് പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും
മകളെയും അങ്ങേയറ്റം മോശമായി ചിത്രീകരിച്ചുകൊണ്ടുള്ള വാർത്താ പരമ്പരകളല്ലേ നമ്മുടെ മാധ്യമങ്ങൾ എഴുന്നള്ളിച്ചത്? അവതാരകന്മാർ, നിങ്ങൾ ശ്രീ ശരത്ത് ചിലപ്പോൾ ഒരു ജേർണലിസ്റ്റ് ആയതുകൊണ്ട് അങ്ങ് വിട്ടുപോയേക്കും, പക്ഷേ ഞങ്ങൾക്കൊന്നും അത് വിട്ടുപോകാൻ കഴിയില്ല. മുഖ്യധാര ചാനലുകളിലെ അവതാരകന്മാർ മാധ്യമ നൈതികതയുടെ അടിസ്ഥാന പാഠം പോലും മറന്നുകൊണ്ട് കേരളത്തിൽ കൈരളി ഒഴികെയുള്ള മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയെയും മകളെയും കുടുംബത്തെയുമൊക്കെ എന്തൊക്കെ അസംബന്ധങ്ങളാണ് പറഞ്ഞത്. അവരൊക്കെ എവിടെ പോയി എന്നാണ് ശരത്തെ ഞാൻ ആലോചിക്കുന്നത്. അവരൊക്കെ മാപ്പ് പറയണം കേരളത്തോട്. 2 കമ്പനികൾ നടത്തിയ ഒരു സർവീസിൻ്റെ നിയമപരമായ ബാങ്ക് വഴിയുള്ള ട്രാൻസാക്ഷൻ്റെ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമപരമായ സാമ്പത്തിക ക്രയവിക്രയങ്ങളുടെ അതിനെ പിന്നെ ചൂണ്ടിക്കൊണ്ട് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ മകളുമൊക്കെ ഗുരുതരമായ അഴിമതി നടത്തിയിരിക്കുന്നു എന്ന് യാതൊരു തെളിവുമില്ലാതെ നമ്മുടെ മാധ്യമങ്ങൾ പറയുകയുണ്ടായി. ഇവിടെ യഥാർത്ഥത്തിൽ മാത്യു കുഴൽനാടന് മാത്രമല്ല, മാത്യു കുഴൽനാടനെ ആഘോഷിച്ച കേരളത്തിലെ കൈരളി ഒഴികെയുള്ള മുഖ്യധാര ചാനലുകൾക്ക് അവരുടെ കഴുത്തിന് കിട്ടിയ ഏറ്റവും വലിയ പ്രഹരമാണ് ഈ കോടതി വിധി എന്ന് എനിക്ക് പറയേണ്ടി വരും. ശ്രീ ശരത്ത് അങ്ങനെ പറയണമെന്ന് ഞാൻ വാശി പിടിക്കില്ല, അങ്ങ് ജേർണലിസ്റ്റാണ്. 2 ഈ കോടതി വിധിയിൽ ഓരോന്നായി ചൂണ്ടിക്കാണിക്കുകയല്ലേ. എവിടെയാണ് അഴിമതി നടന്നത്? ഇതിൽ സർക്കാരിന് എന്ത് പങ്കാണ് ഉള്ളത്? മുഖ്യമന്ത്രിക്ക് ഇതിൽ എന്ത് പങ്കാണ് ഉള്ളത്? നിയമവിരുദ്ധമായി ഏത് കാര്യമാണ് ഇവിടെ നടന്നത്? ഇത് രാഷ്ട്രീയ പ്രേരിതമല്ലേ? ഇത്തരം ചോദ്യങ്ങൾക്ക് ഈ കേരളം ഏറ്റവും ശ്രദ്ധയോടുകൂടി ഈ വിധി കാത്തിരിക്കുകയാണ്. കോടതി നിസ്സംശയം വളരെ സൂക്ഷ്മമായി പരിശോധിച്ച് പുറപ്പെടുവിച്ച വിധിയാണ്. ഒരു തെളിവിൻ്റെ ഒരു കഷണം കൊണ്ടുവരാനോ മാത്യു കുഴൽനാടന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ ഗൗരവതരമായ ഒരു കാര്യമായി നമ്മൾ ചൂണ്ടിക്കാണിക്കണം. ഓക്കെ. അതോടൊപ്പം കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ യഥാർത്ഥത്തിൽ ശ്രീ മാത്യു കുഴൽനാടനെ പോലുള്ള ആളുകൾ രാഷ്ട്രീയ വിരോധം തീർക്കാനും വൈരാഗ്യം തീർക്കാനും പിണറായിയെയും അദ്ദേഹത്തിൻ്റെ മകളെയുമൊക്കെ എത്ര ഗുരുതരമായ ആക്ഷേപങ്ങളാണ്, വ്യാജമായ ആക്ഷേപങ്ങളാണ് ഉന്നയിച്ചത്. അതിനെല്ലാം ലഭിച്ചിട്ടുള്ള വലിയ മറുപടിയാണ് കോടതി വിധി. അതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ്സുകാരും കേരളത്തിലെ മുഖ്യധാര ചാനലുകളുമൊക്കെ മാപ്പ് പറയണം. അതുകൊണ്ട് ശ്രീ ശരത്തെ ഒരാഴ്ച കൂടി നിങ്ങൾ ഈ വിഷയത്തിൽ കോടതി വിധിയുടെ പ്രസക്തിയെക്കുറിച്ച് ചർച്ച ചെയ്യണം എന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. ശരി, തീർച്ചയായും അത് ഓരോ വരിയും എടുത്ത് ചർച്ച ചെയ്യാനുള്ളതുണ്ട് എന്ന കാര്യത്തിൽ സംശയവുമില്ല. ഡോക്ടർ ഷിജു ഖാൻ താങ്കൾ പറഞ്ഞതിൽ ഞാൻ അഡ്വക്കേറ്റ് ലാൽകുമാറിലേക്ക് വരുന്നു. അഭിഭാഷകൻ കൂടിയാണല്ലോ. അപ്പോൾ ഞാൻ 19ാമത്തെ പേജിൽ, ഈ വിധി പകർപ്പിൻ്റെ 19ാമത്തെ പേജിലെ വളരെ ലളിതമായിട്ടുള്ളൊരു വാചകം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അഡ്വക്കേറ്റ് ലാൽകുമാറിലേക്ക് വരാം. ഐ ഹാവ് ഗോൺ ത്രൂ ദ എൻറ്റയർ റെക്കോർഡ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ കംപ്ലൈനൻറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. ഹർജിക്കാരൻ പ്രൊഡ്യൂസ് ചെയ്ത എല്ലാ റെക്കോർഡ്സിലേക്കും ഐ ഹാവ് ഗോൺ ത്രൂ മീൻസ് കോടതി പോയി. ഐ കുഡ് നോട്ട് ഫൈൻഡ് ഈവൻ എ സിംഗിൾ സ്ക്രാപ്പ് ഓഫ് പേപ്പർ. അതാണ് എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത്, ഹഠാത് ആകർഷിച്ചത് അതാണ് ലാൽകുമാർ. ഐ കുഡ് നോട്ട് ഫൈൻഡ് ഈവൻ എ സിംഗിൾ സ്ക്രാപ്പ് ഓഫ് പേപ്പർ വിച്ച് സപ്പോർട്ട്സ് ദിസ് കണ്ടൻഷൻ. റോണി കെ ബേബിക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, ശ്രീ ഷിജു ഖാനും അതിൻ്റെ ആവശ്യമില്ല. ഒരു തുണ്ട് പേപ്പർ പോലും അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങളെ ശരിവെക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിലില്ല എന്ന് പറയുന്ന ഒരു വാചകം ഞാൻ 19ാമത്തെ പേജിൽ നിന്ന് എടുത്ത് വായിച്ചു എന്ന് മാത്രം. ഇവിടെ ലാൽകുമാർ, ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കുറേ കാലമായി കാണുന്നത്, ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായിയെ പോലൊരു നേതാവിനെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നേരിടാൻ, കാരണം രമേശ് ചെന്നിത്തല പരാജയപ്പെട്ടയാളാണ്, വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായി ഇരിക്കുമ്പോഴും അതുപോലെ KPC പ്രസിഡന്റായി കെ സുധാകരനൊക്കെ ഇരിക്കുമ്പോഴും പോരാ എന്ന ഒരു പൊതു അവസ്ഥ കോൺഗ്രസിനകത്ത് ഉണ്ടാവുന്നത് കൊണ്ടാവണം കുഴൽനാടനെ പോലെയൊക്കെയുള്ള ഈ പ്രൊഫഷണൽ കോൺഗ്രസിൻ്റെ ആളാണ് അദ്ദേഹം, പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ലീഡർ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ പിണറായിയെ പോലൊരു നേതാവിനെ നേരിടാൻ താനാണ് കൂടുതൽ യോഗ്യനെന്ന് കോൺഗ്രസ്സുകാരെ ഇങ്ങനെ ധരിപ്പിക്കുന്ന വിധത്തിലേക്കൊരു എക്സർസൈസ് കുറേ നാളായി നടത്തി വരികയാണ്, ഒപ്പം മാധ്യമങ്ങളെയും ഇന്ന് ബ്രാക്കറ്റിൽ. അതാണോ ഇവിടെ പൊളിഞ്ഞു വീണത്? കോടതിയുടെ ഈ സുദീർഘമായ ഗൗരവമായ വിധിപ്പകർപ്പിലൂടെ പൊളിഞ്ഞു വീണത്. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനങ്ങൾ ഇങ്ങനെ പേപ്പറുകളൊക്കെ എടുത്ത് ഉയർത്തിക്കാട്ടി തെളിവുണ്ട് ഉടൻ പുറത്തുവിടും എന്നൊക്കെ പറയുന്ന ഒരു ഹൈപ്പുണ്ടല്ലോ, കുഴൽനാടൻ സ്റ്റൈല്. ഈ ഹൈപ്പും ഇപ്പോൾ അദ്ദേഹത്തിനൊരു വിനയായി മാറിയോ? എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത് ലാൽകുമാർ?
ഈ പകർപ്പ് ഞാൻ വായിക്കുകയായിരുന്നു. അത് പെട്ടെന്ന് എനിക്കൊന്ന് ഓടിച്ചു നോക്കാനേ പറ്റുള്ളൂ. പക്ഷേ ഒരു കാര്യം പറയാം, അതിനകത്ത് അസന്നിഗ്ധം കോടതി പറഞ്ഞിരിക്കുന്നത് പരാതിയിൽ ഒരു സബ്സ്റ്റൻസ് ഇല്ല എന്നുള്ളതാണ്. ഒരു സബ്സ്റ്റൻസ് ഇല്ലാത്ത പരാതി. ഇവിടെ റോണി കെ ബേബി പറഞ്ഞൊരു കാര്യം എന്താ, ലാൻഡ് ഇവരുടെ കയ്യിലിരിക്കുന്നു എന്നുള്ളത്. അതാണല്ലോ റോണി കെ ബേബി പറഞ്ഞ വിഷയം. റോണി കെ ബേബി പറഞ്ഞ ഒരു കണ്ടൻഷൻ, അങ്ങനെ ഒരു കേസ് കുഴൽനാടനില്ല. കുഴൽനാടൻ പറഞ്ഞിരിക്കുന്നത് ലാൻഡ് സീലിങ്ങിന്, ആ സീലിങ്ങിനെ ബ്രീച്ച് ചെയ്തുകൊണ്ട് ഇത് കൊടുത്തു. എന്ത് കൊടുത്തു? മുഖ്യമന്ത്രി ഇടപെട്ട് കൊടുത്തു. ഇതാ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് അവസാനത്തെ പാരഗ്രാഫുകളിൽ പിന്നെ എടുത്തു പറയുന്നുണ്ട്, ഓർഡറിന് വെച്ച ശേഷം എനിക്ക് ഈ പോയിന്റ് ഒന്നുകൂടെ റേസ് ചെയ്യണമെന്ന് പറഞ്ഞ് 3 പോയിന്റുകൾ റേസ് ചെയ്യാൻ, ആ കണ്ടൻഷൻസ് അദ്ദേഹത്തിന് വീണ്ടും വെക്കാൻ കോടതി അവസരം കൊടുക്കുന്നു. അതിൽ അദ്ദേഹം സംസാരിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം വാദങ്ങൾ നിരത്തുന്നു. വാദങ്ങൾ നിരത്തിയിട്ട് അവിടെ തന്നെ പറയുന്നു, ലാൻഡ് സീലിങ്ങുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇതിന് സബ്സ്റ്റൻസ് ഒന്നും ഇല്ലല്ലോ എന്ന് കോടതി പറയുമ്പം അതിനിയും ഫ്യൂച്ചറിൽ കൊടുത്തേക്കാം എന്നുള്ളതാണ്. ഫ്യൂച്ചറിൽ വന്നേക്കാം എന്ന് പറയുന്നത് പ്രസന്റ് കറപ്ഷൻ എങ്ങനെയാവും? കറപ്ഷൻ എന്ന് പറയുന്ന കാര്യം നടന്നിട്ടുണ്ടാകണം. നിങ്ങൾ പ്രോസ്പെക്റ്റീവായിട്ടൊരു കാര്യം പറയാൻ പറ്റില്ല. അതിന് ഞാനൊരു ഒരു വരി വായിക്കാം. അതിനകത്ത് രസകരമായി എഴുതിയിരിക്കുന്ന ഒരു വരിയാണ്, ദ കംപ്ലൈനന്റ് കനോട്ട് ഫോർകാസ്റ്റ് എവറിത്തിങ് ആൻഡ് ഓൺ ദാറ്റ് ബേസിസ് കനോട്ട് പ്രിസ്യൂം ദാറ്റ് ദർ ഇസ് കറപ്ഷൻ. കംപ്ലൈനന്റ് ചുമ്മാ, അപ്പം കംപ്ലൈനന്റ് കനോട്ട് ഫോർകാസ്റ്റ് എനിത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലൈനന്റ് ഫോർകാസ്റ്റ് ചെയ്തുകൊണ്ട് കൊടുത്തിരിക്കുന്നതാണ് ഇത് മൊത്തം. ഇത് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെയും മാത്യു കുഴൽനാടൻ്റെയും ഒക്കെ ബുദ്ധിയിൽ തോന്നിയ ഒരു തന്ത്രം മാത്രമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഒരു മെറ്റീരിയൽ എവിഡൻസ് ഇല്ലാതെ കോടതിയിലേക്ക് പോവുക, മെറ്റീരിയൽ എവിഡൻസ് ഉണ്ടെങ്കിൽ ഒരു സീരിയസ് ലിറ്റിഗേഷനിലേക്ക് നിങ്ങൾ പോകുമ്പം, മാത്യു കുഴൽനാടൻ എന്ന് പറയുന്ന ഒരു MLA ആണല്ലോ അല്ലേ, അദ്ദേഹത്തിൻ്റെ ഉറപ്പായിട്ടും അദ്ദേഹത്തിൻ്റെ തെളിവുകളുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ പ്രിജുഡൈസ് ചെയ്യാൻ എളുപ്പമാണല്ലോ അല്ലേ. നിങ്ങൾ ആലോചിക്കൂ, കോടതിയുടെ മുന്നിൽ എവിഡൻസ് ഹാജരാക്കി കഴിഞ്ഞാൽ കോടതിക്ക് എങ്ങനെയാണ് മറിച്ചെഴുതാൻ പറ്റുക? ഇവിടെ നോക്കൂ, തെളിവുകൾ കൊടുത്ത് തെളിവുകളിലുള്ള ഇൻ്റർപ്രിട്ടേഷൻ കോടതി നടത്തുകയല്ല ചെയ്തിരിക്കുന്നേ. തെളിവേ ഇല്ല. അതാണ് പറഞ്ഞത്, ദർ ഇസ് നോട്ട് ഈവൻ എ സ്ക്രാപ്പ് ഓഫ് പേപ്പർ ബിഫോർ ദ കോർട്ട്. യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അത് ശരത്തേട്ടൻ പറഞ്ഞ വാക്കിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ദർ ഇസ് നോ സ്ക്രാപ്പ് ഓഫ് പേപ്പർ ബിഫോർ ദ കോർട്ട്. അപ്പം ഇപ്പം നമ്മൾ സാധാരണഗതി പറയും, ഈ ഒബ്സർവേഷൻ കോടതിയുടെ തെറ്റായിരുന്നു, അല്ലെങ്കിൽ ആ ഒബ്സർവേഷൻ കോടതിയുടെ തെറ്റായിരുന്നു. നമ്മൾ അങ്ങനെയൊക്കെ പലപ്പോഴും പറയാറുണ്ട്. ആ ഇൻ്റർപ്രിട്ടേഷൻ തെറ്റി എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അപ്പീൽ കോടതികൾ എപ്പോഴും കിടക്കുന്നത്. ഇത് വിലയിരുത്താൻ ഒരു പേപ്പർ കൈ വേണ്ടേ എന്നുള്ളതാണ് ആ പറഞ്ഞു വെച്ചിരിക്കുന്നതിൻ്റെ സാരാംശം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതിനകത്ത് രസകരമായ ഒരു കാര്യമുണ്ട്. പാരഗ്രാഫ് 6-ൽ അതൊന്ന് എടുത്താൽ നന്നായിരിക്കും. ഇൻ ഓർഡർ ടു ഹെൽപ്പ് KREML ആൻഡ് CMRL, a man-made flood disaster was created in the year 2018. ഏതാ 2018 ഇവരെ സഹായിക്കാനായിട്ട് മാൻമെയ്ഡ് ഫ്ലഡ് ഉണ്ടാക്കിയെന്ന്. ഏതാ ഇവിടെ നടന്ന 2018 പ്രളയം ഇവരെ, ഈ കമ്പനികളെ സഹായിക്കാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഈ പെറ്റീഷനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ കേട്ട ആൾക്കാർക്ക് എന്തോ തോന്നുക? ശരി, അതതിനകത്തുണ്ട്. ആൻഡ് ഇൻ ദ ഗൈസ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ദ ഗവൺമെന്റ് ഡിസൈഡഡ് ടു റിമൂവ് ദ സാൻഡ് ബാർ. എന്ന് വെച്ചാൽ അവിടെ ഉണ്ടായിരിക്കുന്ന മണലെടുത്ത് മാറ്റാൻ, എന്ന് വെച്ചാൽ ഈ പറയുന്ന തോട്ടപ്പള്ളി സ്പിൽവേയുടെ അവിടെ വരാൻ പോകുന്ന മണ്ണ് എങ്ങനെ ഈ പ്രളയം ഉണ്ടായ ശേഷം പ്രളയം ഉണ്ടാക്കി മണ്ണ് അവിടെ വന്ന് ആ മണ്ണെടുക്കാനുള്ള കാര്യം അനുമതി മുഖ്യമന്ത്രിയും കൂട്ടരും കൂടെ ഉണ്ടാക്കി കൊടുക്കുക. ആർക്ക്? ഇവരെ ഈ വീണ വിജയന്റെ എക്സാലോജിക്കിൽ നിന്ന് മേടിച്ചിരിക്കുന്ന കാശെന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ പറയാൻ ഒരു നാണമൊക്കെ വേണ്ടേ ഇതൊക്കെ പറയുന്നതിന്? ഞാൻ പറഞ്ഞു വരുന്നത് ഇത്, ഞാൻ എൻ്റെ പൊളിറ്റിക്കൽ പോയിന്റ് ഞാൻ ക്ലിയർ ആക്കാം. ഞാൻ എൻ്റെ ലീഗൽ സൈഡിൻ്റെ ഒരു പാർട്ടിലേക്ക് ഞാൻ കടന്നു കഴിഞ്ഞു. അടുത്തത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രേ ഉള്ളൂ. ഇവരെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി പിണറായി വിജയനെ പിടിക്കുക എന്നുള്ളത് അവരൊരു വലിയ ലക്ഷ്യമാക്കി വെച്ചിട്ടുള്ളതാണ്. ഞാൻ ശരത്തേട്ടൻ അറിയാം ക്ലിയർ ആയിട്ട് നമ്മൾ എത്ര ചർച്ച പിണറായി വിജയനെതിരെയായിട്ട് ഈ സംസ്ഥാനത്ത് രമേശ് ചെന്നിത്തല എന്ന പ്രതിപക്ഷ നേതാവ് കൊണ്ടുവന്നു നമുക്കറിയാം. ഇതെല്ലാം പൊളിഞ്ഞു പോകുന്നതിന് കാര്യം ഇവർക്ക് ദേ ഡോണ്ട് ഹാവ് ഈവൻ എ പീസ് ഓഫ് പേപ്പർ ടു പ്രിജുഡൈസ് ദ ചീഫ് മിനിസ്റ്റർ. ചീഫ് മിനിസ്റ്റർക്കെതിരെ പ്രിജുഡൈസ് ചെയ്യാനായിട്ട് ഒരു പീസ് ഓഫ് പേപ്പർ പോലും ഇല്ല. ചുമ്മാ രാവിലെ എഴുന്നേറ്റ് വരുമ്പം എന്നാ ഇന്ന് ഇതങ്ങ് പറഞ്ഞേക്കാം എന്ന് പറയുന്ന പരിപാടിയായി നടന്നുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, കേരളത്തിലെ കോടതികൾ അല്ലെങ്കിൽ പരമോന്നത കോടതി, സുപ്രീം കോടതി, അവിടെ വരെ നമുക്ക് പോവാം.
പക്ഷേ എൻ്റെ ചോദ്യം, ഇത്രയും നാളുള്ള ലിറ്റിഗേഷനകത്ത് കുറേ ആരോപണം ഈ പറഞ്ഞ ലിറ്റിഗേഷന്റെ പ്രശ്നം ഇതിന് മേളിൽ കോടതി ഉണ്ടെന്നുള്ളതാണല്ലോ വാദം. അപ്പൊ എൻ്റെ അടുത്ത ചോദ്യം, ഇതിന് മുമ്പ് പോയ കേസിന്റെ ഒക്കെ മേളിലോട്ടുള്ള കോടതി പോയതിന്റെ ഉത്തരം എന്തായെന്നാണ് എൻ്റെ ചോദ്യം. ഇത് ആൾക്കാരെ പറ്റിക്കാൻ CPIM-ന്റെ ഒരു നേതാവിനെ താറടിച്ച് കാണിക്കാൻ വർഷങ്ങളായി നടത്തുന്ന ഒരു ശ്രമത്തിന്റെ ഭാഗം മാത്രമാണ്. അങ്ങനെ താറടിക്കുന്നത് കൊണ്ട് അവർക്കുള്ള ഗുണം ഒരു പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് ഉണ്ടാകും എന്നവർ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അങ്ങനെ ആ പ്രതീക്ഷ നടക്കുന്ന ഒരു കാര്യമേ അല്ല. കാര്യം കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായി അറിയാം. ഈ പറയുന്ന സമയങ്ങളിലും ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കാലത്തും ഇതൊരു പ്രചരണമായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ പ്രചരണം, ഈ ജഡ്ജ്മെന്റ് യഥാർത്ഥത്തിൽ ഇലക്ഷന് മുമ്പ് വന്നിരുന്നെങ്കിൽ നമുക്ക് ഇച്ചിരൂടെ ജനങ്ങളോട് കൂടുതൽ കൺവിൻസിംഗ് ആയി പറയാമായിരുന്നു. നോക്കൂ, സത്യമാണ് നമ്മൾ അന്നും പറഞ്ഞത്, സത്യമായി ഇപ്പോഴും പറയുന്നത്. പക്ഷെ കുഴപ്പം ഇവർ ഇതിനകത്തൊരു പുകമറ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. ഈ ഇപ്പോഴത്തെ ചർച്ചയ്ക്കകത്ത് പോലും നോക്ക്, റോണി കെ ബേബി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞത് ലാൻഡിന്റെ പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞു. ലാൻഡ് സീലിംഗുമായി ബന്ധപ്പെട്ട് പെർട്ടിനന്റ് ആയിട്ടുള്ള പോയിന്റ് പറയണമെന്ന് പറഞ്ഞ് പറയാൻ 3 പോയിന്റ് പറയാനായിട്ടുള്ള അവസരം കോടതി കൊടുത്ത ശേഷം ആ ആർഗ്യുമെന്റിൽ നിന്ന് പുറകോട്ട് പോകുന്ന മാത്യു കുഴൽനാടനെയാണ് കാണുന്നത്. മാത്യു കുഴൽനാടൻ എന്ന് പറഞ്ഞാൽ പെറ്റീഷണറെയാണ് കാണുന്നത്, ആ കംപ്ലൈനന്റെയാണ് കാണുന്നത്. അപ്പൊ അതൊന്നും ഒരു വിഷയമല്ല. പിന്നെ വന്നു വരുന്നത് എന്തൊക്കെയോ പറയുക. ഇവിടെ ഞാൻ റോണിയിലേക്ക് തന്നെയാണ് വരുന്നത്. റോണി, ഏപ്രിൽ മാസം 19-ാം തീയതി ഈ കേസിൽ ഓർഡേഴ്സിന് വേണ്ടി എടുക്കുന്നൊരു ഘട്ടം വന്നപ്പോഴാണ് വീണ്ടും അതിൽ കൂടുതൽ രേഖകളുണ്ട് എന്ന നിലയിലേക്ക്, അല്ലെങ്കിൽ കൂടുതൽ വാദം പറയണം എന്ന നിലയിലേക്കൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നിലപാട് കുഴൽനാടൻ സ്വീകരിച്ചത്. ആ ഏപ്രിൽ 19-ന്റെ രാഷ്ട്രീയമായിട്ടുള്ള പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, ഏപ്രിൽ 26-ന് കേരളം തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. അന്ന് തന്നെ ഈ കേസിൻ്റെ ഒരു പോക്കിനെക്കുറിച്ച് നിയമപരമായി നല്ല പരിജ്ഞാനമുള്ള ആളുകളുടെ ഇടയിൽ ഒരു ധാരണയുണ്ടായിരുന്നു. അത് ഹർജിക്കാരനും സ്വാഭാവികമായി ലഭിക്കും. അപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു ഓർഡർ വന്ന് ഇന്നത്തെ ഈ സാഹചര്യം വന്നാൽ ഉണ്ടാകാമായിരുന്ന ഒരു അവസ്ഥ കൂടി ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇത് സംഭവിക്കാതിരിക്കാൻ വീണ്ടും വാദം കേൾക്കണമെന്നുണ്ട്. പക്ഷേ കോടതി അത് തള്ളി. പക്ഷേ അന്ന് കോടതി ഈ ജഡ്ജ്മെൻറ്റിൽ വളരെ കൃത്യമായി പറയുന്നത്, വളരെ പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങൾ ഹർജിക്കാരനോട് ചോദിച്ചു. അതിലെ 3ാമത്തെ അവിടെ നിൽക്കട്ടെ, 2 ഞാൻ ഈ ചർച്ചയുടെ ഭാഗമായി താങ്കളുടെ മുമ്പാകെ വെക്കുകയാണ്. 1ാമത്തെ ചോദ്യം കോടതി ഹർജിക്കാരനോട് ചോദിച്ചത്, KMML-ഉം CMRL-ഉം തമ്മിൽ എന്തെങ്കിലും ഉടമ്പടി ഉണ്ടായിരുന്നോ? CMRL എന്ന് പറയുന്നത് ശശിധരൻ കർത്തായുടെ കമ്പനി, KMML എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനമാണ്. എന്തെങ്കിലും ഉടമ്പടി ഉണ്ടായിരുന്നോ? കോടതി കണ്ടെത്തിയ ഉത്തരം, അദ്ദേഹത്തിൻ്റെ മറുപടിയൊക്കെ വളരെ അവ്യക്തമാണ് എന്നുള്ള ചർച്ചകളും വിവരങ്ങളും ഒക്കെ ഇതിനോടകം പുറത്തു വന്നതാണ് ഹർജിക്കാരൻ്റെ കുഴൽനാടൻ. അതവിടെ നിൽക്കട്ടെ, അതല്ല വിഷയം. കോടതി പറഞ്ഞത് ഇല്ല എന്നുള്ളതാണ്. KMML-ഉം CMRL-ഉം തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടായിരുന്നോ, ഏതെങ്കിലും തരത്തിലുള്ള ഉടമ്പടി ഉണ്ടായിരുന്നോ? കോടതിയുടെ ഉത്തരം ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഉടമ്പടിയും ധാരണയും അഴിമതിയും എന്നുള്ളതാണ് കോടതിക്ക് പുറത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. അതാണ് കോടതിയിൽ എഴുതി കൊടുത്തത്. കോടതി ഇതാകെ പരിശോധിച്ച് പറഞ്ഞത് ഇല്ല എന്നാണ്. എന്നാൽ ഉള്ള ഉടമ്പടി എന്താണ്, അല്ലെങ്കിൽ ധാരണ എന്താണ് എന്നും കോടതി പറഞ്ഞു. ഈ കരിമണൽ ഖനനത്തിലൂടെ ലഭിക്കുന്ന ഇൽമനൈറ്റ് CMRL നൽകിയത് IREL ആണ്. IREL എന്ന് പറയുന്നത് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ്, കേരള പൊതുമേഖലാ സ്ഥാപനമല്ല. അപ്പോൾ ഈ കാര്യങ്ങളിൽ കോടതി വളരെ വസ്തുനിഷ്ഠമായ തീർപ്പ് കൽപ്പിച്ച് വ്യക്തത വരുത്തുകയാണ് ചെയ്തത്. നാളുകളായി പറഞ്ഞു നടന്ന ആക്ഷേപം പൂർണ്ണമായും ഇല്ലാതാക്കും വിധം വളരെ സിസ്റ്റമാറ്റിക്കായി കോടതി ഉത്തരം പറയുന്നു. കണ്ടില്ലേ ഞാൻ ഈ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, എക്സാലോജിക് CMRL കരാർ ഇതിന് പുറത്തു നിൽക്കുന്ന കാര്യമാണല്ലോ. ആ കരാറിന് പ്രത്യുപകാരമായി എന്ത് നേട്ടമാണ് CMRL-ന് കിട്ടിയത്? എക്സാലോജിക് എന്ന് പറയുന്നത് വീണയുടെ കമ്പനിയും CMRL-ലുമായുള്ള കരാർ, അവരുടെ ആ സേവനത്തിൻ്റെ പ്രത്യുപകാരമായ കരാറിന് പ്രത്യുപകാരമായി എന്ത് നേട്ടമാണ് CMRL-ന് കിട്ടിയത്? അതാണല്ലോ പ്രധാനം. അങ്ങനെ കിട്ടിയാലല്ലേ അഴിമതി നടന്നു, അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളുടെ ദുരുപയോഗം എന്ന് പറയാനാകൂ. എന്ത് സേവനം ലഭിച്ചു, എന്തു പ്രത്യുപകാരം കിട്ടി? കോടതിയുടെ ഉത്തരം ഇല്ല എന്നുള്ളതാണ്. റോണി, ഈ സ്ഥലത്തെ നമ്മുടെ എല്ലാം ഇവിടുത്തെ ഈ ചർച്ചകൾ മുഴുവൻ പോകുന്ന കേട്ട് കഴിഞ്ഞാല്, ഒരു കേസില് ഹർജി നൽകുന്ന ആൾ, അല്ലെ, ഒരു കേസിൽ പരാതി നൽകുന്ന ആൾ, അയാൾ തന്നെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറായി അയാൾ തന്നെ മുഴുവൻ മെറ്റീരിയൽ എവിഡൻസും കോടതിയിൽ കൊണ്ടുവന്ന് ഹാജരാക്കി കോടതിയെ ബോധ്യപ്പെടുത്തി, പിന്നെ ഈ ഇന്ന ആളുകളൊക്കെ ഇതിൻ്റെ അകത്ത് അഴിമതി കാണിച്ചിട്ടുണ്ട്, അല്ലെ ഇന്ന ആളുകളൊക്കെ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിക്കേണ്ട ബാധ്യത ഈ ഹർജിക്കാരിലാണ് എന്ന രീതിയിലേക്കാണ് വാദം പോകുന്നത്. അങ്ങനെയല്ല റോണി. നമ്മളൊരു ഹർജി കോടതിയിൽ ഒരു ഹർജി കൊടുക്കുമ്പോൾ ആ കോടതിക്ക് അതിൽ പ്രഥമ ദൃഷ്ടിയ ഇടപെടേണ്ടതാണ് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ഹർജിക്കാരൻ ഇക്കാര്യത്തിലുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അങ്ങനെയുണ്ട്.
ഉദാഹരണത്തിന് താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ ജഡ്ജ്മെന്റ് കോപ്പിയാണുള്ളത്. അതിൽ 18ാമത്തെ പേജിൽ വളരെ രസകരമാണ് ഈ കോടതി ഉദാഹരിച്ചിരിക്കുന്ന ഒരു ജഡ്ജ്മെന്റ് ഏതാണെന്നറിയോ? ഉമ്മൻചാണ്ടി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 2016 ഉമ്മൻചാണ്ടി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിൽ കോടതി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കംപ്ലൈൻറ്റ്, ഒരു പരാതി എന്ന് പറഞ്ഞാൽ അതിൽ വസ്തുതകൾ ഉണ്ടായിരിക്കണം. വസ്തുതകളില്ലാത്ത വെറും അലിഗേഷൻസ്, ആരോപണങ്ങൾ മാത്രമായാൽ അത് വസ്തുതയാകില്ല, പരാതിയാകില്ല. ഇതാണ് ഇതിന് സംഭവിച്ചത്. ഇത് കോടതി പറയുന്നതാണെന്നേ. ഒരു ജഡ്ജ്മെന്റ് വെച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. റോണി പറഞ്ഞോളൂ. ശരത്തെ, ഇതിൻ്റെ അകത്തൊരു സ്വാഭാവിക നീതിയുടെ ഒരു പ്രശ്നം കൂടിയുണ്ട്. ഞാൻ എന്റെ ആദ്യത്തെ വട്ടം എന്റെ പ്രസന്റേഷനിൽ, ആദ്യത്തെ റൗണ്ട് പ്രസന്റേഷനിൽ ഞാൻ പറഞ്ഞിരുന്നു. കാരണം ഹൈക്കോടതികളുടെ എല്ലാം മുകളിലാണല്ലോ ഇന്ത്യൻ സുപ്രീം കോടതി. ഡോക്ടർ ലാൽ അതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുമെന്ന് ഹൈക്കോടതിയിൽ പോയതാണ്. കൃത്യമായി തന്നെ പറഞ്ഞാണ് 2013 ലളിതാകുമാരി അല്ല, ഈ കേസ് ഹൈക്കോടതിയിൽ പോയിരുന്നേ. ഈ കേസ് ഹൈക്കോടതിയിൽ പോയി തള്ളിയതാണ്, അതറിയോ? ഇല്ല, ഈ പറയുന്നത് ഇപ്പോൾ വിജിലൻസ് കോടതിയിലാണ് വിധി വന്നിരിക്കുന്നത്. അതായത് തോട്ടപ്പള്ളിയിലെ മണലെടുപ്പ്, അത് കരിമണൽ ഖനനമാണ്. അതിലൂടെ കൊള്ള നടക്കുന്നു. ഇൽമനൈറ്റ് വളരെ തുച്ഛമായ വിലയ്ക്ക് CMRL ലഭിക്കുന്നു. അങ്ങനെ കോടികളുടെ ലാഭം അവരുണ്ടാക്കുന്നു എന്ന നിലയിൽ KMML-ന്റെ ആ നടപടിയെ സംസ്ഥാന സർക്കാരിനെയും KMML-നെയും ബന്ധിപ്പിച്ച് ഒരു അഴിമതി പ്രാദേശിക കോൺഗ്രസ് നേതാക്കളെ ഹർജിക്കാരാക്കി കുഴൽനാടൻ ഹൈക്കോടതിയിൽ കൊടുത്തു. സിംഗിൾ ബെഞ്ച് തള്ളി, ഡിവിഷൻ ബെഞ്ച് തള്ളി. അതിലെ ഒരു ഹർജിക്കാരൻ, ഞാൻ മുമ്പ് പറഞ്ഞതാണ്, വീണ്ടും പറയിപ്പിക്കുകയാണ് എന്നെ കൊണ്ട്, കോട്ടയത്ത് വിജിലൻസ് കോടതിയിൽ പോയി, അതും തള്ളി. ഇങ്ങനെയുണ്ട് റോണി, അല്ലാതെ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല ഇത്. ഇല്ല, ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഹൈക്കോടതി കേസ് നമ്പറുകൾ പറയണോ? ഈ കേസിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് വിജിലൻസ് ഡയറക്ടർക്ക് കൊടുത്ത ഒരു പരാതി തള്ളി. ഇതിനെതിരെയാണ് വിജിലൻസ് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവിടെ കേസ് ഒറിജിൻ നിൽക്കട്ടെ. ബാക്കി ഇതിനു മുമ്പ് പോയല്ലോ, നമ്മൾ നിൽക്കട്ടെ. നമ്മൾ ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്ന കേസിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് വിജിലൻസ് ഡയറക്ടർക്ക് കൊടുത്ത പരാതി. പ്രിയപ്പെട്ട ശരത്തെ, എന്നെ ഒന്ന് സംസാരിക്കാൻ അനുവദിക്കും. അതെ, അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഈ കേസുകളുമായെല്ലാം ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. ആ വിധിയിലേക്ക് നമ്മൾ ആരും പോകുന്നില്ല. അവിടെയാണ് മാത്യു കുഴൽനാടന് സ്വാഭാവിക നീതി നിഷേധിക്കപ്പെട്ടത് ഞാൻ പറഞ്ഞു വരുന്നത്. അതിൽ കൃത്യമായി പറഞ്ഞത് എന്നെ കൃത്യമായി അല്ല, ഞാൻ സുപ്രീം കോടതി വിധി ഈ രാജ്യത്ത് നിലനിൽക്കില്ല, പിന്നെ ഏത് കോടതിയുടെ വിധിയെ നിൽക്കുന്നത്? അങ്ങനെയല്ല, ഈ കേസിൽ നിൽക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കോടതി വിധിയിൽ അത് പരാമർശിക്കുന്നു. ഈ കേസും അതുമായിട്ട് സാമ്യമുണ്ട്. ഈ കേസും അതുമായിട്ട് സാമ്യമുണ്ട്. എന്താ ഈ പറയുന്ന ലളിതാകുമാരി കേസ് പറഞ്ഞത്? എനിക്ക് ഒരു മിനിറ്റ് ആ കേസിൽ പറഞ്ഞത് പൊതുപ്രവർത്തകർക്കെതിരെ അഴിമതി ആരോപണം ഉയർന്നുകൊണ്ട് പരാതി വന്നാൽ FIR രജിസ്റ്റർ ചെയ്ത് വെരിഫിക്കേഷൻ എന്നാ പറഞ്ഞത്. ക്വിക്ക് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരാളെ പ്രതിയാക്കണമെന്നുള്ളതല്ല. ഏത് അഴിമതി ആരോപണം വന്നാലും, പൊതുപ്രവർത്തകരുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം വന്നാൽ ഇതിനകത്തൊരു ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തണം. ഞാനിവിടെ അടിവരായിട്ട് പറയാ, ക്വിക്ക് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അയാളെ പ്രതിയാണെന്ന് അഡ്മിറ്റ് ചെയ്യല്ല. പക്ഷെ എന്തുകൊണ്ട് ഈ കേസില് വിജിലൻസിന് ഭാഗത്തുനിന്ന് ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ വന്നില്ല? ഇവിടെ ഈ പറയുന്ന മാത്യു കുഴൽനാടൻ ഉന്നയിച്ച ഇവിടെ എന്നോട് ശരത്ത് പറഞ്ഞു, ഇവിടെ ഈ പറയുന്ന ഭൂമി കൈവശം വെച്ചതിന് അതിന് അനുവദിച്ചുകൊണ്ട് സർക്കാരിന്റെ ഉത്തരവുണ്ടോ? ഇവിടെ പ്രഥമ ദൃഷ്ടിയ 2 നിയമലംഘനം കൊണ്ട്. കാരണം ഈ പരിധിക്ക് അപ്പുറം ഭൂമി കൈവശം വെച്ചു, അവരുടെ കൈവശം നിലനിൽക്കുന്നു, അവരുടെ കൈവശം ഇരിക്കുന്നു എന്ന് പറയുന്നത് നിയമലംഘനമാണ്. ഈ രാജ്യത്ത് നിയമത്തിന്റെ, ഈ സംസ്ഥാനത്ത് നിലവിലിരിക്കുന്ന നിയമത്തിന്റെ വിരുദ്ധമാണ്. കാരണം ഒരു സാധാരണക്കാരൻ ഈ പറയുന്ന ഭൂമി അല്ലെങ്കിൽ അവന്റെ പരിധിക്കപ്പുറം, അല്ലെങ്കിൽ ഈ സർക്കാർ അല്ലെങ്കിൽ ഈ രാജ്യം അനുവദിക്കുന്ന നിയമത്തിനപ്പുറം ആ ഭൂപരിധിക്കപ്പുറം ഭൂമി കൈവശം വെച്ചാൽ ആ ഭൂമി ഇവിടുത്തെ സർക്കാർ തിരിച്ചു പിടിക്കും. എന്തുകൊണ്ട്? പറയുന്നതിൽ പെശകുണ്ട്. അതാണ് റോണി തന്നെ അതിലേക്ക് എത്തിയല്ലോ. കോടതിയുടെ 3ാമത്തെ ചോദ്യം, ലാൻഡ് ബോർഡ് KREML എന്ന് പറയുന്നത് CMRL-ന്റെ മറ്റൊരു കമ്പനിയാണ്. KREML-ന്റെ ഭൂമിക്ക് ഭൂപരിധി ഇളവ് നൽകിയോ? കോടതിയുടെ ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരവും കോടതി പറയുന്നത് ഇല്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണെന്നറിയുമോ? 28/4/2023 25/10/2023 KREML കമ്പനി ഈ ഭൂപരിധിയിൽ ഇളവ് വേണം എന്നാവശ്യപ്പെട്ട് അപേക്ഷ കൊടുക്കുന്നു. ആ അപേക്ഷ തള്ളി. മനസ്സിലായില്ലേ? മാത്രവുമല്ല, ആ അപേക്ഷ തള്ളി. അതാണ് അതിലെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള കാര്യം. ഇവിടെ നിങ്ങൾ ആരോപിക്കുന്നത്, ഈ കേസുമായി ബന്ധപ്പെടുത്തി പരാതിക്കാരൻ തന്നെ പറഞ്ഞിട്ടുള്ളത്, 1.72 കോടിയുടെ എക്സാലോജിക് CMRL കരാറുണ്ടല്ലോ. ഈ കരാറിന് ശേഷമായിരുന്നു ആ കമ്പനിയുടെ അപേക്ഷ സർക്കാർ തള്ളിയത്. തിരിച്ചായിരുന്നുവെങ്കിൽ
തിരിച്ചായിരുന്നുവെങ്കിൽ ഹർജിക്കാരൻ പറയുന്ന ആരോപണം ശരിയാകുമായിരുന്നു എന്ന് കോടതി പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ പറയുന്ന നിങ്ങളെപ്പോഴും പറയുന്ന 1.72 crore ഈ കരാറ് നിലനിൽക്കുന്ന ഘട്ടത്തിലും അതിനുശേഷവും തന്നെ സർക്കാരിൻ്റെ നടപടികളും നയങ്ങളുമായി മുന്നോട്ട് പോകാൻ ഒരു തടസ്സവും ഉണ്ടായിട്ടില്ല. അതിൻ്റെ പേരിൽ ആ കമ്പനിക്കൊരു ഇളവ് ചെയ്തു കൊടുത്തിട്ടില്ല, ഒത്താശ ചെയ്തു കൊടുത്തിട്ടില്ല. അവരുടെ 2 അപേക്ഷകൾ ഭൂപരിധി ഇളവിന് വേണ്ടി കൊടുത്ത അപേക്ഷകൾ ഈ 2 തീയതികളിൽ തള്ളിക്കളഞ്ഞു സർക്കാർ. കോടതിയുടെ കണ്ടെത്തലാണെന്നേ. പിന്നെ എന്തൊത്താശ, എന്ത് വഴിവിട്ട ഇടപെടൽ? അത് ചെയ്തു എന്ന് തെളിയിക്കാൻ പറ്റണ്ടേ? അത് ചെയ്യാതെ വന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയം കോടതിയിൽ ജനിപ്പിക്കാൻ പോലും ഹർജിക്കാരന് കഴിയാത്തത് കൊണ്ടാണ് ഹർജി തള്ളിയത്. FIR പോലും ഇടാൻ കഴിയാതെ പോയത്. റോണി, റൈറ്റ്, റോണിയിലേക്ക് ഞാൻ വരാം. അദ്ദേഹത്തിൻ്റെ സൂം കട്ടായിട്ടുണ്ട്. ഇവിടെയാണ് ഡോക്ടർ ഷിജു ഖാൻ. ഷിജു, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഇതിൻ്റെ ഈ ജഡ്ജ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളിലൂടെയാണ് ഈ ചർച്ച മുന്നോട്ട് പോകുന്നത്. അതായത് വസ്തുതകളില്ലാത്ത ഈ കെട്ടുകഥകൾക്ക് പിന്നാലെ ഇങ്ങനെ പാഞ്ഞാൽ സംഭവിക്കാവുന്ന ഒരവസ്ഥ, തിരിച്ചടി എന്ന പ്രശ്നം പ്രതിപക്ഷം നേരിടുകയാണോ തുടർച്ചയായി? പ്രതിപക്ഷം ഇത് മനസ്സിലാകാതെ പോകുന്നു എന്ന് കരുതുന്നുണ്ടോ? പക്ഷേ ഇങ്ങനെ മുന്നോട്ട് പോയി സർക്കാരിനെതിരെ ഒരു പ്രതിപക്ഷത്തിൻ്റെ ഒരു ശൈലി, ഒരു ആരോപണങ്ങളുടെ ഒരു പ്രതലം ഇങ്ങനെ തുടർച്ചയായി നിലനിർത്താം എന്ന് കരുതുന്നതാകാം. അല്ലാതെ ഇത് മനസ്സിലാകാതെ പോകുന്നതല്ലല്ലോ. കാലങ്ങളുടെ പഴക്കമുള്ള നേതാക്കളൊക്കെ തന്നെയാണല്ലോ പ്രതിപക്ഷത്തെ നയിക്കുന്നത്. പക്ഷേ കോടതി ഹർജിക്കാരനായിട്ടുള്ള കുഴൽനാടനെ ഇതാകെയും പഠിപ്പിക്കുന്നുണ്ട്. ഓരോ കാര്യത്തിലും അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പഠിപ്പിക്കും മട്ടിലാണ് ഈ ജഡ്ജ്മെൻറ്റ് പലപ്പോഴും വായിച്ചാൽ നമുക്ക് തോന്നുക. പ്രതിപക്ഷം വസ്തുതകളില്ലാത്ത കെട്ടുകഥകൾക്ക് പിന്നാലെ പായുന്നതിൻ്റെ ഫലമാണോ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ശ്രീ ശരത്ത്, തീർച്ചയായിട്ടും അത് തന്നെയാണ്. അപ്രകാരം അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളുടെയും കെട്ടുകഥകളുടെയും പിന്നാലെ മീഡിയയുടെ സഹായത്തോടുകൂടി പ്രതിപക്ഷത്തെ ചില ആളുകൾ, മാത്യു കുഴൽനാടൻ അതിൻ്റെ മുന്നണിയിൽ നിന്ന് അതിനെ കൊണ്ടുപോവാണ്. പിന്നെ അത് പറയുമ്പോൾ ശ്രീ ശരത്ത്, അങ്ങേപ്പോലൊരാൾ ഈ ജഡ്ജ്മെൻറ്റിനെ വെച്ചാണ് ചർച്ച. തീർച്ചയായിട്ടും ജഡ്ജ്മെൻറ്റിൻ്റെ ആ മെറിറ്റ് അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. പക്ഷെ നമുക്കങ്ങനെ പെട്ടെന്നൊന്നും മറവിരോഗം ബാധിക്കാൻ പാടില്ല ശരത്ത്. എന്തായിരുന്നു ഈ സംഭവങ്ങൾ ഈ ചർച്ചകൾ, ഇത്തരം ചർച്ചകൾ നടക്കുന്ന നമ്മുടെ പുതുപ്പള്ളി ഇലക്ഷൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ എന്തൊക്കെയായിരുന്നു മുന്നോട്ട് വെച്ച വാദങ്ങൾ? അത് നമ്മൾ മറന്നു പോകരുത്. ഈ KMRL എക്സാലോജിക് സൊല്യൂഷൻ അവിടെ കൊടുത്തിട്ടുള്ള സേവനവുമായി ബന്ധപ്പെട്ട് നടന്ന സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് ടാക്സ് അടച്ചിട്ടില്ല എന്ന ആക്ഷേപം ഇവരുന്നയിച്ചില്ലേ? മാത്യു കുഴൽനാടൻ ഉന്നയിച്ചില്ലേ? നമ്മൾ മറന്നു പോകരുത്. പിന്നെ GST അടച്ചിട്ടില്ല, ഈ വാദം ഉയർത്തിയത് നമ്മളൊന്നും മറന്നു പോകരുത്. അനധികൃതമായ പണമിടപാട് നടത്തി ഇങ്ങനെ ഒരാരോപണം അവർ ഉന്നയിച്ചത് നമ്മൾ മറന്നു പോകരുത്. ഈ ജഡ്ജ്മെൻറ്റിനെ ചുറ്റിപ്പറ്റി തന്നെ നിൽക്കുന്ന ഒട്ടേറെ മറ്റ് കാര്യങ്ങളുണ്ട്, അത് നമ്മൾ മറക്കരുത്. ഞങ്ങളൊക്കെ അന്ന് ഉന്നയിച്ചതാണ്. കള്ളപ്പണ ഇടപാട് ആക്ഷേപം ഉന്നയിച്ചില്ലേ ഇവർ? ബാങ്ക് ട്രാൻസാക്ഷൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾ ഒരു സ്ഥാപനം കൊടുക്കേണ്ട നികുതിയും അതുമായി ബന്ധപ്പെട്ട എല്ലാ ബാധ്യതകളും നിറവേറ്റിക്കൊണ്ട് നടന്ന ബാങ്ക് ട്രാൻസാക്ഷനെ കള്ളപ്പണ ഇടപാടെന്ന് ഇവർ പറഞ്ഞില്ലേ? ശരത്തൊന്നും മറന്നുപോയോ? ശരത്, GST അടച്ചിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? ഞങ്ങൾ പറഞ്ഞു GST അടയ്ക്കേണ്ട കാര്യത്തിൽ GST അടച്ചു തന്നെ പോയിട്ടുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു. അന്ന് പല ചാനലുകളിലെ അവതാരകർ ഞങ്ങളോട് ചോദിച്ചു, GST അടച്ചതിൻ്റെ തെളിവ് എവിടെ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു ആരോപണം ഉയർത്തുക, അതിൻ്റെ തെളിവെല്ലാം കൂടി ഞങ്ങൾ കൊണ്ട് TV റൂമിൽ പോവുക. ഞങ്ങൾ പറഞ്ഞു GST അടച്ചിട്ടില്ലെങ്കിൽ, ബന്ധപ്പെട്ട നികുതി അടച്ചിട്ടില്ലെങ്കിൽ, ബാങ്ക് വഴിയുള്ള സാമ്പത്തിക ക്രയവിക്രയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾക്ക് ന്യായമായ നികുതി അടച്ചിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനം മെമ്മോ കൊടുത്തോ? ഏതെങ്കിലും ഒരു സ്ഥാപനം എക്സാലോജിക് സൊല്യൂഷനോ വീണ വിജയനോ ആ ഘട്ടത്തിൽ ഒരു നോട്ടീസ് കൊടുത്തോ? ഞങ്ങൾ ചോദിച്ചു, ചർച്ചകളിലെല്ലാം ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ നമ്മുടെ മാന്യന്മാരായ അവതാരകർ ഞങ്ങളോടൊക്കെ പറഞ്ഞത് അടച്ചിട്ടില്ല. അടച്ചു എന്ന് കാണിക്കാൻ റെസിപ്റ്റ് എവിടെ? ഇതുവരെ ചോദിച്ച മാന്യന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അതൊന്നും ഈ ഘട്ടത്തിൽ മറക്കരുത്. പിന്നെ കോടതിയിലേക്ക് പോയി എന്താ വിചാരിച്ചത് മാത്യു കുഴൽനാടൻ? മൂവാറ്റുപുഴ പട്ടണത്തിൽ 4 ബോക്സും ഒരു മൈക്കും എടുത്ത് 100 പേരെ കൂട്ടി നടത്തുന്ന മാത്യു കുഴൽനാടൻ്റെ ഗിർവാണ പ്രഭാഷണം പോലെയാണോ കോടതി മുറിയിൽ തെളിവുകൾ ഒന്നും മുന്നോട്ട് വയ്ക്കാൻ കഴിയാതെ നുണക്കഥകൾ ഉണ്ടാക്കി, കെട്ടുകഥകൾ ഉണ്ടാക്കി, ഭാവനയുണ്ടാക്കി കരുപ്പിടിപ്പിച്ചാൽ അങ്ങനെ ഒരു
ഭാഗം നിലനിൽക്കുമെന്ന്, അങ്ങനെ ഒരു വാദം നിലനിൽക്കുമെന്ന് മാത്യു കുഴൽനാടൻ കരുതിയോ? എന്തൊക്കെയാണ് മാസപ്പടി? ഇതല്ലേ ആക്ഷേപം? ശരത്തെ മറക്കരുത്. നമ്മളിപ്പോൾ ഈ ഭൂമിയെ സംബന്ധിച്ച് പറയുന്നു, നമ്മൾ അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ പറയുന്നു, നമ്മൾ മറന്നു പോകരുത്. മാസപ്പടി എന്നല്ലേ ഈ വിഷയത്തെക്കുറിച്ച് ഒരു പത്രം പിന്നെ രേഖപ്പെടുത്തി. ഇതിന് ഈ കോടതി വിധി നമ്മൾ എടുക്കണം. കോടതി വിധി നേരത്തെ പറഞ്ഞല്ലോ, പല ഘട്ടങ്ങളിലും ഇളവ് ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള അപേക്ഷ വരുമ്പോൾ ഇളവ് ചെയ്യാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അങ്ങനെ ഏതെങ്കിലും ഒരു ഇളവ് കൊടുത്തോ? ഇല്ല, ഒരു ഇളവും കൊടുത്തില്ല. എന്ന് മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കണം, KREML ഭൂപരിധി നിയമത്തിൽ ഇളവ് ആവശ്യപ്പെട്ട് നൽകിയ, അതായത് 2 പ്രാവശ്യം നിരസിച്ചതിന് ശേഷം പിന്നീട് വരുന്ന അപേക്ഷയിൽ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് നിയമപരമായ ഉചിതമായ നടപടികൾ പാലിച്ച് ഉചിതമായ തീരുമാനമെടുക്കാൻ നിർദ്ദേശിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രിക്ക് മുമ്പിൽ വരുന്ന, ഒരു മുഖ്യമന്ത്രിക്ക് മുമ്പിൽ വരുന്ന, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഇത്തരം പദവികൾ മുമ്പിൽ വരുന്ന ആളോട് ഒരു ഫയൽ വന്നാൽ വ്യവസ്ഥാപിതമായ നടപടികൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ കറപ്ഷനാവും? വ്യവസ്ഥാപിതമായ നടപടികളോ ഉചിതമായ നടപടികളോ സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ കറപ്ഷനാകും? തലയിൽ ആൾതാമസമുള്ള ഏതെങ്കിലും ഒരു ജനപ്രതിനിധിക്കോ രാഷ്ട്രീയ പ്രവർത്തകനോ ഈ മാത്യു കുഴൽനാടൻ പറഞ്ഞതുപോലെ ആരോപണം ഉന്നയിക്കാൻ പറ്റുമോ? ഇനി 2, ഇതിൽ ഒരു ഗൂഢലക്ഷ്യവും ആരോപിക്കാൻ കഴിയില്ല. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ എടുത്ത നിലപാടിൽ ഒരു ഗൂഢലക്ഷ്യവും ആരോപിക്കാൻ കഴിയില്ല. മനസ്സിലാക്കണം. അതുപോലെ മറ്റൊരു പ്രധാന കാര്യം, CMRൽ നിന്ന് പണം പറ്റിയിട്ടുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന ആരാ? ഈ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഒക്കെ ഉത്തരവിൻ്റെ എന്ന പേരിൽ വ്യാപകമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന RC OC എന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തലയെന്നും ഉമ്മൻചാണ്ടിയെന്നും ഒക്കെ നമ്മുടെ മീഡിയയിൽ മുഴുവൻ വന്ന പേരുകൾ, ഒരു അന്വേഷണത്തിനും അതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണം ഇവിടെ മാത്യു കുഴൽനാടൻ ആവശ്യപ്പെടാൻ താല്പര്യമില്ല. അപ്പോൾ പിണറായി വിജയനെക്കുറിച്ചും എക്സാലോജിക് സൊല്യൂഷനെക്കുറിച്ചും വീണ വിജയനെക്കുറിച്ചും മാത്രം തെരഞ്ഞു പിടിച്ച് അന്വേഷണം നടത്തണം എന്ന വാദത്തെ തന്നെ കോടതി ഇത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണെന്ന് പറയുണ്ടായി. അതും നമ്മൾ പ്രധാനമായി കാണണം. അപ്പോൾ ഇക്കാര്യത്തിൽ നമ്മൾ ഈ വിധിയെ മാത്രമല്ല ശരത്തെ, ഈ വിധിക്ക് പുറമെ ഈ വിഷയം ഉയർന്നു വന്ന ഘട്ടം മുതൽ ഇന്നോളം ലാൻഡ് സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയുടെ പശ്ചാത്തലത്തിൽ പിന്നെ കേന്ദ്ര ഏജൻസികൾ അത് കാണണം. കേന്ദ്ര ഏജൻസികളെ വാസ്തവത്തിൽ ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാരും കേന്ദ്ര ഏജൻസികളും തമ്മിൽ അവിശുദ്ധമായ ബന്ധമുണ്ട്. ശ്രീ ശരത്, നമ്മൾ മറക്കരുത്, കെജ്രിവാളിനെ ജയിലിലടച്ചത് കോൺഗ്രസിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് ജയിലിലടച്ചില്ല എന്ന രാഹുൽ ഗാന്ധിയുടെ ചോദ്യം ഉയരുമ്പോൾ ഈ കേരളത്തിലെ കോൺഗ്രസും മറുപടി പറയണം. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ചേർത്ത് പിടിക്കുകയാണ് ഈ VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ. അവർക്കൊക്കെ ഇത് കേവലം മാത്യു കുഴൽനാടൻ എന്ന് പറയുന്ന ആൾക്ക് കിട്ടിയ പ്രഹരം മാത്രമല്ല, അതിനെ ആഘോഷിച്ചവർക്ക് കിട്ടിയ നല്ല മറുപടിയാണ് ഈ കോടതി. തീർച്ചയായും ഞാനതാ പറഞ്ഞു, നമ്മൾ ഓരോ ദിവസവും ചർച്ച ചെയ്യുമ്പോൾ ഇതിൻ്റെ വിവിധ തലങ്ങളിലേക്ക് പോകേണ്ടതായി വരും. അവിടെ ജഡ്ജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ചില വിശദാംശങ്ങൾ കുറെ കൂടി ഗൗരവമായ ചർച്ചയ്ക്കെടുക്കും. നിശ്ചയമായും അതിനോടൊപ്പം തന്നെ നിങ്ങളെപ്പോലെയുള്ള രാഷ്ട്രീയ നേതാക്കളാണ് അതിൻ്റെ നിരവധി രാഷ്ട്രീയ തലങ്ങളെക്കുറിച്ച് ഈ ചർച്ചയുടെ ഭാഗമായി ഉയർത്തിക്കൊണ്ടുവരേണ്ടതും അത് ജനങ്ങളുടെ ഓർമ്മയിലേക്ക് അവരെ ഓർത്തെടുപ്പിക്കേണ്ടതും. നിശ്ചയമായും ഇപ്പോൾ ഷിജു ഖാൻ ആ നിലയിലാണ് ആ വിഷയങ്ങളെക്കുറിച്ച് ഇപ്പോൾ രാഷ്ട്രീയമായി കൂടി സംസാരിച്ചത്. ഞാൻ അഡ്വക്കേറ്റ് ലാലിലേക്ക് വരുമ്പോൾ, ലാൽ, ഞാൻ നേരത്തെ റോണിയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഹർജിക്കാരനെ പലപ്പോഴും കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിക്കും വിധം കോടതി പരാമർശിക്കുമ്പോൾ തന്നെ CMRലിന് ഇൽമനൈറ്റ് കിട്ടുന്ന കാര്യമൊക്കെ നമ്മൾ സംസാരിച്ചല്ലോ, കുറഞ്ഞ പ്രൈസിൽ. നേരത്തെ ലാൽ അത് പറഞ്ഞപ്പോൾ തലകുലുക്കുന്നുണ്ടായിരുന്നു. ആ ഭാഗമൊക്കെ ഈ ജഡ്ജ്മെൻറ്റിൽ പറയുന്നത് ഞാനതൊന്നും ദീർഘമായി പറയുന്നില്ല. പക്ഷേ അതിനകത്ത് ആ വിഷയം പറയുമ്പോൾ കോടതി തന്നെ പറയുന്നുണ്ട്, ദ ഓണറബിൾ ഹൈക്കോർട്ട് കൺഫേംഡ് ദ സെയിം ആസ് പെർ ജഡ്ജ്മെൻറ്റ് ഇൻ സുരേഷ് കുമാർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. എന്ന് വെച്ചാൽ കേരള ഹൈക്കോടതി ഈ പറഞ്ഞ വിധത്തിൽ ഈ കാര്യങ്ങൾ കൺഫേം ചെയ്തിട്ടുള്ളതാണ്. ഇൽമനൈറ്റ് ഇങ്ങനെ വളരെ സൗജന്യമായി കിട്ടുന്നു എന്ന മട്ടിലൊക്കെ പറഞ്ഞ പരാതിക്കാരൻ്റെ ആകുലതയ്ക്ക് വസ്തുത കൃത്യമായി കോടതി പറഞ്ഞപ്പോൾ അത് ഹൈക്കോടതി തന്നെ കൺഫേം ചെയ്തിട്ടുള്ളതാണെന്ന് ഈ ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞു എന്ന് മാത്രം. ഞാൻ മൊത്തത്തിൽ ചോദിക്കാൻ വരുന്നത് ലാലിനോട്, ഇതിൻ്റെ ഒരു രാഷ്ട്രീയ തലം വളരെ പ്രധാനപ്പെട്ടതല്ലേ? എന്ന് വെച്ചാൽ ഇത് താങ്കൾ എന്താണ് കരുതുന്നത്? കോൺഗ്രസ് പാർട്ടിക്കകത്ത് മുന്നണിക്കകത്ത് ഒക്കെ കാര്യമായി ചർച്ച ചെയ്ത് ഇത് ഈ നിലയിൽ നിയമപരമായി മുന്നോട്ട് പോയാൽ നമുക്ക് വലിയ നേട്ടമുണ്ടാകും എന്നവരെ നിയമപരമായി ധരിപ്പിച്ച് അതിൻ്റെ രാഷ്ട്രീയമായ സാധ്യതകൾ ബോധ്യപ്പെടുത്തി ഒരു അസൈൻമെൻറ്റ്
മാത്യു കുഴൽനാടൻ ഏറ്റെടുത്തതാണ് എന്ന് കരുതാമോ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഈ തോൽവിയുടെയും തിരിച്ചടിയുടെയും ഉത്തരവാദിത്വം വി ഡി സതീശനും കെ സുധാകരനും അടക്കമുള്ള നേതൃത്വം കൂടി ഏറ്റെടുക്കേണ്ടതല്ലേ? തീർച്ചയായും. നോക്കൂ, ഇവിടെ വന്ന ഒരു വാദം ലളിതാകുമാരി കേസിനെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത് ക്വിക്ക് വെരിഫിക്കേഷൻ എൻക്വയറി പോലെ നടക്കണം, ക്വിക്ക് വെരിഫിക്കേഷൻ നടക്കണം. നോക്കൂ, വഴി കൂടെ പോകുന്ന ഒരാൾ ചുമ്മാ ഒരു കംപ്ലയിൻ്റ് എടുത്ത് കൊടുത്താൽ അതിന് ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തേണ്ട കാര്യമൊന്നുമില്ല. കംപ്ലയിൻറ്റിനൊരു മെറിറ്റ് ഉണ്ട്. അതാ പറഞ്ഞു, നിങ്ങൾക്ക് ചുമ്മാ ഒരു അലിഗേഷൻ ഒരാൾ വെക്കുക, ആ അലിഗേഷൻ്റെ പുറകെ വിജിലൻസ് ഡയറക്ടർ പോവാ. അപ്പോൾ നാളെ രാവിലെ ഒരു ഭ്രാന്തൻ മുഖ്യമന്ത്രിക്കെതിരെ ഒരു കംപ്ലയിൻറ്റ് എഴുതി അയച്ചാൽ ഉടനെ ക്വിക്ക് വെരിഫിക്കേഷൻ നടത്താൻ പോവാണോ? യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ സം ആൻഡ് സബ്സ്റ്റൻസ് ഓഫ് ഇറ്റ്. അതാണ് കാര്യം. നിങ്ങളൊരു കംപ്ലയിൻറ്റിന് ഒരു മെറിറ്റ് ഉണ്ട്. അതാണ് ശരത്തേട്ടൻ പറഞ്ഞ കേരള ഹൈക്കോടതിയുടെ വിധിക്ക് പ്രാധാന്യം ഉണ്ടാകുന്നത്. കേരള ഹൈക്കോടതി എന്തായാലും സുപ്രീം കോടതിക്ക് വിരുദ്ധമായ ഒരു കാര്യം പറയില്ലല്ലോ. പറയൂ. ഒരു കംപ്ലയിൻറ്റിനകത്ത് ഫാക്റ്റ് ഉണ്ടാകണം, അല്ലേ? ആ ഫാക്റ്റ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ആ കംപ്ലയിൻറ്റ് വിജിലൻസ് ഡയറക്ടറെ കിട്ടുമ്പോൾ അതിനകത്ത് ഫാക്റ്റ് ഇല്ല. ആ വിജിലൻസ് ഡയറക്ടറെ കിട്ടിയ കംപ്ലയിൻറ്റിനകത്ത് ഫാക്റ്റ് ഇല്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നതിന് കാര്യം എന്താ? വിജിലൻസ് കോടതിയിൽ ചെന്നപ്പോഴും ഫാക്റ്റ് ഇല്ല. ഉണ്ടോ? കോടതിയിൽ ഇത്രയും വലിയ വ്യവഹാരം നടന്നിട്ട് ആ കംപ്ലയിൻറ്റിനകത്ത് ഒന്നുമില്ലാത്തതുകൊണ്ടല്ലേ ഇന്ന് തള്ളിയത്. അപ്പോൾ ഫാക്റ്റ് ഇല്ലാത്ത മിയർ അലിഗേഷൻ മാത്രമായിട്ടുള്ളൊരു കാര്യത്തെ മുന്നോട്ടെടുക്കേണ്ട കാര്യമില്ല. അതിപ്പം ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയും എടുക്കണ്ട, കോടതിയും എടുക്കണ്ട. അത് കോടതി ഇന്നത് പറഞ്ഞതോടുകൂടി ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വിജിലൻസ് ഡയറക്ടർ ചെയ്തത് ശരിയായി. എന്തിനാണ് ഈ പറയുന്ന ഒരാൾ ഒരു കംപ്ലയിൻ്റ് എഴുതി അയക്കുക? നാളെ രാവിലെ ഞാൻ മുഖ്യമന്ത്രിക്ക് മൈസൂരിൽ 50 ഏക്കർ സ്ഥലമുണ്ട്, അവിടെ മറ്റിടത്ത് കുറേ സ്ഥലമുണ്ട് എന്ന് പറഞ്ഞാൽ ഞാനൊരു കംപ്ലയിൻ്റ് എഴുതി അങ്ങോട്ട് അയക്കുക. നാളെ മൈസൂരിലേക്ക് പോകാൻ പോകണോ ഇവിടുന്ന് വിജിലൻസ്? സോ ദ സബ്സ്റ്റൻസ് ഇൻ ദ കംപ്ലയിൻറ്റ് ഈസ് സംതിങ് വിച്ച് വി ഹാവ് ടു തിങ്ക് ഓഫ്, അല്ലേ? അതിന് വലിയ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കുക, അല്ല ചുമ്മാതെ പറഞ്ഞിട്ട് കാര്യമില്ല. പറയുന്ന ആൾക്ക് ഒരു ഗൗരവം വേണ്ടേ, അല്ലേ? മാത്യു പറഞ്ഞ കംപ്ലയിൻറ്റിനകത്ത് ഒരു ഗൗരവമില്ല. അത് മാത്രമല്ല, കോടതി പറഞ്ഞെന്താ, പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണ്. ഈ RC OC WC ഒക്കെ ഇതിനകത്തുണ്ടല്ലോ, അവരുടെ കാര്യത്തിൽ എന്നാ മാത്യുവിനൊരു താല്പര്യമില്ലാത്തേ? മൊത്തം പേരും പിടിക്കാന്നേ, അതിനെന്നാ മാത്യുവിന് താല്പര്യമില്ലാത്ത? അതിനല്ലേ കോടതി ചോദിച്ചത്. പോട്ടെ, ഞാൻ അതിൻ്റെ പൊളിറ്റിക്കൽ ആർഗ്യുമെൻറ്റ് വേറെ രീതി വെക്കാം. ഞാൻ ശരത്തേട്ടൻ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. പക്ഷേ ഇത് പറഞ്ഞു പോകണം തന്നെ നിർബന്ധമുണ്ട്. OCക്ക് കിട്ടി, RCക്ക് കിട്ടിയല്ലോ. ഇവർ സമ്മതിച്ചിട്ടുകൊണ്ട് നമുക്ക് പൈസ കിട്ടി, പാർട്ടിക്ക് വേണ്ടി കിട്ടിയതാണ്. അക്കൗണ്ട് ഡീറ്റെയിൽസ് വിടട്ടെന്നേ. ഇവർ ഈ പറയുന്ന ജനങ്ങളുടെ മുന്നിൽ സ്വകാര്യമായി ജീവിക്കുന്ന, ജനങ്ങളുടെ മുന്നിൽ തുറന്ന പുസ്തകമായിട്ട് ജീവിക്കുന്ന ആൾക്കാരല്ലേ ആണല്ലോ. കിട്ടിയ അക്കൗണ്ടിലേക്ക് വിട്ടിയേക്കുന്ന ട്രാൻസ്ഫറിൻ്റെ ഡീറ്റെയിൽസ് ജനങ്ങളുടെ മുന്നിൽ ഇവർ വെക്കുവോ? ഞാൻ പറഞ്ഞു വെക്കത്തില്ലെന്ന്. വെച്ചാൽ കളി മാറും. അപ്പം കാശ് മേടിച്ച് പോക്കറ്റ് ഇട്ടേക്കുന്നവർക്കൊന്നും ഇവിടെ പ്രശ്നമില്ല. കാര്യം മാത്യുവിന് അതിനകത്ത് പ്രശ്നമില്ല. നിങ്ങൾ വ്യക്തമായി അതിനകത്ത് വാക്കുണ്ട്, പി വി പിണറായി വിജയൻ അല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. മറ്റുള്ളവരുടെ കാര്യത്തിൽ അവരെല്ലാം പറഞ്ഞു ഞങ്ങൾ മേടിച്ചതാണ്. നിങ്ങൾ പൈസ കേൾക്കുന്ന ജനങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇവർ പൈസ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്ന കാര്യം ശരിയല്ലേ? എത്ര രൂപ വാങ്ങിച്ചു, എങ്ങനെ വാങ്ങിച്ചു, എപ്പോൾ വാങ്ങിച്ചു എന്നറിയാൻ ബാങ്കിന്റെ പാസ്ബുക്ക് ചുമ്മാ ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ പോരെ? കിട്ടത്തില്ലേ? ആ ബാങ്കിന്റെ പാസ്ബുക്ക് അപ്ഡേറ്റ് ചെയ്ത് നമ്മുടെ നാട്ടുകാരെ ഒന്ന് കാണിക്കുന്നേ. ഇവർ നല്ല മിടുക്കന്മാർ കേമന്മാരാണെങ്കിൽ നടക്കത്തില്ല. പിന്നെ താങ്കൾ പറഞ്ഞ ചോദ്യം, ഇത് കോൺഗ്രസ് എല്ലാവരോടും ആലോചിച്ചുകൊണ്ടിരുന്നത് മാത്രമേ ചെയ്യത്തുള്ളൂ. അതിനെന്നാ സംശയം? അല്ല, മാത്യു മാത്രമായിട്ട് ചെയ്യണം. മാത്യുവിനെ മാത്രമായിട്ട് ഇതിനകത്ത് ആൾക്കാർക്ക് കുറ്റപ്പെടുത്താൻ പറ്റുന്നില്ല. മാത്യു ലിറ്റിഗേഷന് തോറ്റുപോയാൽ അത് മാത്യുവിന്റെ തോൽവിയായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. മാത്യു ഒരു ഫ്രണ്ടിലേക്ക് വന്ന ഒരാളാണ്. അദ്ദേഹം ഒരു ലൈം ലൈറ്റിലേക്ക് വന്ന് മുഖ്യമന്ത്രി എതിർത്ത ഒരാളാണ്. കോൺഗ്രസ് ആണ് തോറ്റത്, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പെർമിഷൻ ഇല്ലാതെ ഈ കാര്യങ്ങൾ ചെയ്യുമോ? മാത്യുവിന്റെ ഒരു ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം വരുമ്പോൾ ആ വിഷയത്തെ അദ്ദേഹം എതിർക്കുന്നു. പിന്നെ അദ്ദേഹം അതിന്റെ ഒരു ലീഡിംഗ് ഫേസായി മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കോൺഗ്രസ് ഇന്ന് സുധാകരൻ പറഞ്ഞിട്ടുണ്ടല്ലോ മാത്യു ഇതെല്ലാം ശരിയാണെന്ന്. അപ്പൊ ഇത് തോൽവി മാത്യുവിന്റെ തോൽവിയല്ല, ഉറപ്പായിട്ടും കോൺഗ്രസിന്റെ തോൽവിയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തോൽവിയാണ്. രാഷ്ട്രീയ പാർട്ടി ഉയർത്തിവെച്ച ആശയത്തിന്റെ തോൽവിയാണ്. അവർ തോറ്റോണ്ടേയിരിക്കും കാര്യം. സം ആൻഡ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു കാര്യത്തിന്.
അതില്ലാതെ ചുമ്മാ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഓക്കെ റൈറ്റ്. ചുമ്മാ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരുന്ന ഇന്നത്തെ വാദം തന്നെ നോക്ക്. കേരളത്തിലെ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന വാദം മാത്യുവിന് പോലും ഇല്ലാത്ത വാദമാണ് ഇവർ വെച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ആണോ ഇല്ലയോ? അതാണ് പ്രശ്നം. ശരി, റോണി കെ ബേബി, ഇത് മാത്യു കുഴൽനാടൻ്റെ തോൽവിയല്ല, രാഷ്ട്രീയമായ ഒരു വിശദീകരണമാണ് താങ്കളിൽ നിന്ന് വേണ്ടത് ഈ ഘട്ടത്തിൽ. കാരണം ഇത് കോൺഗ്രസിൻ്റെ തോൽവിയാണ്, കേരളത്തിലെ കോൺഗ്രസ് നയിക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ തോൽവിയാണ് എന്നുള്ള രാഷ്ട്രീയ ആഘാതം, വിമർശനം നേരിടുന്ന ഘട്ടം കൂടിയാണിത്. ശരത്തെ, നിങ്ങൾ 3 പേരുടെയും ചോദ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മറുപടി പറയാനുള്ള സമയം എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ദയവായി ഇത് 2 മിനിറ്റ് സമയം എനിക്ക് തരണം. ഇവിടെ ഡോക്ടർ ലാല് എനിക്ക് മുമ്പ് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, വിജിലൻസ് ഡയറക്ടർക്ക് കൊടുത്ത പരാതിയിൽ കണ്ടന്റ് ഇല്ല, അല്ലെങ്കിൽ അതിനകത്ത് മെറിറ്റ് ഇല്ല, അതിനകത്ത് ഫാക്ട്സ് ആയിട്ട് എവിഡൻസ് ഇല്ല, അതുകൊണ്ട് ആ കേസ് തള്ളി. ഞാൻ അതുപോലെ തന്നെ വഴിയെ പോകുന്ന ആരെങ്കിലും ഒരു പരാതി കൊടുത്താൽ അത് വിജിലൻസ് ഡയറക്ടർ പരിശോധിക്കും. മാത്യു കുഴൽനാടൻ എന്ന് പറയുന്നത് വഴിയെ പോകുന്ന ആളല്ല, അദ്ദേഹം ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ്, ഉത്തരവാദിത്തപ്പെട്ട പൊതുപ്രവർത്തകനാണ്. അവിടെ നിൽക്കട്ടെ. ഡോക്ടർ ലാലിന് എങ്ങനെ പറയാൻ പറ്റും ഈ കേസിൽ മെറിറ്റ് ഇല്ല, കണ്ടന്റ് ഇല്ല എന്നുള്ളത്? കാരണം 2 ഹൈക്കോടതികൾ, ഇന്ത്യ മഹാരാജ്യത്തെ 2 ഹൈക്കോടതികൾ, കേരള ഹൈക്കോടതിയും അതുപോലെ തന്നെ കർണാടക ഹൈക്കോടതിയും ഈ കേസിൽ മെറിറ്റ് ഉണ്ട് എന്ന് കൃത്യമായി തന്നെ കണ്ടെത്തിയതുകൊണ്ട് ഇന്ത്യൻ ടാക്സ്, ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെയും രജിസ്റ്റർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി തന്നെ 1,72,00,000 രൂപയുടെ സോഴ്സ് അത് എവിടെ പോയി എന്തോ ഇവിടെ പറയുന്നു 2 കമ്പനികൾ തമ്മിലുള്ള കൈമാറ്റമാണ്. അത് കറക്റ്റാണ് റോണി. ഇതിനെ നിങ്ങൾ കൂട്ടിക്കുഴച്ചാൽ നിങ്ങൾക്ക് രാഷ്ട്രീയ നേട്ടമാവില്ല. അത് ഇൻകം ടാക്സ് ആക്ട് പ്രകാരമുള്ള ഇഷ്യൂസ് ഹാൻഡിൽ ചെയ്യുന്നു. ഇതാണ് കോടതി പറഞ്ഞത്. IPCO അഴിമതി നിരോധന നിയമപ്രകാരം നിൽക്കില്ല. അത് ആ കമ്പനിയും CMRലും തമ്മിലുള്ള കരാറുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇതിൽ സർക്കാരിനെ ബന്ധിപ്പിച്ചു അഴിമതി ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ കുഴൽനാടൻ ശ്രമിച്ചിടത്താണ് പരാജയപ്പെട്ടത്. എനിക്കൊരു സമയം തരാം. ഉറപ്പായി നിങ്ങൾ പറഞ്ഞതിൽ പൊരുത്തക്കേട് ചൂണ്ടിക്കാട്ടണ്ടേ? ശരത്ത്, എനിക്ക് എന്റെ ഭാഗം സംസാരിക്കുന്ന ഒരു സമയം. അതിൽ താങ്കൾ പറഞ്ഞതിൽ ഒരു പൊരുത്തക്കേടുണ്ടെന്ന് ഞാൻ ചൂണ്ടിക്കാട്ടിയാലോ? കാരണം ഇവിടെ താങ്കൾ പറഞ്ഞതിൽ ഒരു പൊരുത്തക്കേടുണ്ട്, പ്രശ്നമുണ്ടെന്ന് ഞാൻ ചൂണ്ടിക്കാട്ടി, അത് അഡ്രസ് ചെയ്യണ്ടേ താങ്കൾ? ശരി, ശരത്തെ, CMRL എന്ന് പറയുന്ന കമ്പനിയിൽ ഈ KMMCയുടെ സർക്കാരിന്റെ റെപ്രസെന്റേറ്റീവ്സ് ഉണ്ട്. അവരാരും അറിഞ്ഞിട്ടില്ല. നല്ലതാണ്. എങ്ങനെയാണ് KSIDCയിൽ ശശിധരൻ കർത്തയുടെ ഈ പറഞ്ഞ KREML-ൽ KSIDC എന്ന സർക്കാർ സംവിധാനം ഉപയോഗിച്ച് ആദ്യം നിക്ഷേപിച്ച മുഖ്യമന്ത്രിയുടെ പേരറിയുമോ? ശ്രീ K കരുണാകരൻ. അതിനുശേഷം ആ ഓഹരി നിക്ഷേപം കുത്തനെ വർദ്ധിപ്പിച്ചു കൊടുത്താരാണെന്ന് അറിയുമോ? ശ്രീ ഉമ്മൻചാണ്ടി. ഒരിക്കലും ഒരു മാസപ്പടി K കരുണാകരന്റെ അദ്ദേഹത്തിന് മക്കളുടെ പേരില്ല, ഉമ്മൻചാണ്ടിയുടെ അദ്ദേഹത്തിന് മക്കളുടെ പേരില്ല. അത് ബിസിനസ് എക്സിക്യൂട്ട് ചെയ്യാൻ, ഈ ധാതുമണൽ ഖനനത്തിലൂടെ ലഭിക്കുന്ന വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നേ. ഞാൻ അങ്ങനെയല്ല പറഞ്ഞു, താങ്കൾ പറഞ്ഞതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതാ. പേഴ്സണൽ അക്കൗണ്ടിലേക്ക് അങ്ങനെ 55 ലക്ഷം രൂപ പോയെന്ന് കണക്ക് പറ. 2 കമ്പനികൾ തമ്മിലുള്ള ബിസിനസ് ആണെങ്കിൽ എന്തിനാണ് വീണ തൈക്കണ്ടിയുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് 55 ലക്ഷം രൂപ? OCയുടെ RCയുടെ കാര്യം പറയുമ്പോൾ PVയുടെ കാര്യം കൃത്യമായ റിപ്പോർട്ടിൽ പറയുന്നത് PV എന്ന് പറയുന്ന അത്രയും സ്വാധീനമുള്ള അതുപോലെ മുഖ്യമന്ത്രി അത് നിഷേധിച്ചു. പിണറായി വിജയന് കീഴിലുള്ള വിജിലൻസിന്റെ ഡയറക്ടർ അദ്ദേഹം പിണറായി വിജയൻ പറയാതെ മൂത്രം പോലും ഒഴിക്കില്ലാത്ത ഈ നാട്ടിലറിയാം. അപ്പോൾ പിണറായി വിജയനെതിരെ വിജിലൻസ് കേസ് എടുത്തില്ല. എന്തുകൊണ്ടൊരു പ്രാരംഭ അന്വേഷണം നടത്തിയില്ല? ഞങ്ങളുടെ നിലപാട് കൃത്യമാരും തോറ്റിട്ടില്ല. കോടതിയിൽ തോറ്റിട്ടില്ല. കുഴൽനാടന് ഏറ്റവും ആവേശകരമായ ഒരു ഫീല് കിട്ടാൻ ശ്രീ റോണിയുടെ ഈ വാദം ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. തോറ്റിട്ടില്ല എന്ന് അദ്ദേഹം പോലും ആവർത്തിച്ച് ഉണ്ടായ തിരിച്ചടിയെക്കുറിച്ച് പറയുമ്പോൾ റോണി പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്. ഷിജു ഖാൻ, താങ്കളുടെ മറുപടി, അദ്ദേഹത്തിനുള്ള മറുപടി. പലതരത്തിലുള്ള വിധിനയങ്ങളുണ്ടാകുന്നേ. ഒരു ജഡ്ജി വ്യാഖ്യാനിക്കുന്ന പോലെ ആവർത്തില്ല മറ്റൊരു ജഡ്ജി വ്യാഖ്യാനിക്കുന്നത്. ഒരു ജഡ്ജിയുടെ ബഹുമാനപ്പെട്ട വിജിലൻസ് കോടതിക്ക് മുന്നിൽ ആദ്യം വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും പിന്നീട് മുഖ്യമന്ത്രിയെ വിചാരണ ചെയ്യുന്നതിന് പ്രത്യേകമായ അനുമതി വേണമെന്നും പിന്നീട് കോടതി നേരിട്ട് അന്വേഷിക്കണമെന്നും ഒക്കെയുള്ള ഒട്ടേറെ വാദങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിലും ശ്രീ മാത്യു കുഴൽനാടൻ വയ്ക്കുകയുണ്ടായി. പിന്നെ വിജിലൻസ് ഡയറക്ടറേറ്റിനോ വിജിലൻസ് ഡയറക്ടർക്കോ തെറ്റുപറ്റിയെന്ന് കോടതി വിധിയിലില്ലല്ലോ. കോടതി വിധിയിൽ വളരെ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നത് ഇതിൻ്റെ പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെക്കുറിച്ചാണ്. അല്ല, വിജിലൻസ് വകുപ്പിനോ വിജിലൻസ് ഡയറക്ടർക്കോ തെറ്റുപറ്റിയെന്ന് കോടതി വിധിയിലില്ല, വിജിലൻസ് കോടതി വിധിയിലില്ലല്ലോ. പിന്നെ നിങ്ങളെങ്ങനെ ആ ആക്ഷേപം ഉന്നയിക്കും? അതോടൊപ്പം ഏതാണ്ട് 28 രേഖകളാണ് ശ്രീ മാത്യു കുഴൽനാടൻ എന്ന അഭിഭാഷകൻ സമർപ്പിച്ചത്. ഈ കേരളം കേൾക്കണം, 28 രേഖകൾ സമർപ്പിച്ച ഈ മിടുക്കൻ ഇതിൽ ഒരു രേഖ പോലും
വാലിഡ് അല്ല, ഒരു രേഖ പോലും ഇതിൻ്റെ തെളിവുകളല്ല എന്നൊരു കോടതി പറഞ്ഞതിന് ശേഷം ശ്രീ മാത്യു കുഴൽനാടൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രതിനിധികൾ പാലിക്കുന്ന ഈ ആത്മവിശ്വാസം ഉണ്ടല്ലോ, ഇന്നത്തെ ഇത് റെക്കോർഡ് ചെയ്ത് വെക്കണം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമില്ലേ, സംസ്ഥാന സർക്കാർ സ്ഥാപനമായ KMML-ഉം CMRL-ഉം തമ്മിൽ കരാറില്ല. കോടതി പലതവണ ചോദിച്ചിട്ടും ഇതൊന്നും സബ്മിറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതോടൊപ്പം നേരത്തെ പറഞ്ഞല്ലോ ഭൂപരിധി, പിന്നെ അതിൻ്റെ ഇളവ് നൽകാൻ മുഖ്യമന്ത്രിയുടെ ഇടപെടലിനെ കുറിച്ച്, ഇതൊക്കെ എത്ര വ്യാജമായ കാര്യങ്ങളാണ് ഇവിടെ ഉന്നയിച്ചുകൊണ്ട് ആദ്യം പറഞ്ഞ വാദങ്ങളിൽ നിന്നെല്ലാം ഇവർ പിന്തിരിഞ്ഞു പോകുന്ന സാഹചര്യവും ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനെ സംബന്ധിച്ച്, അവരുടെ അന്വേഷണ ഏജൻസികളെ സംബന്ധിച്ച് ഇപ്പോൾ കോൺഗ്രസിന് അമിതമായ പ്രതീക്ഷയാണ്. ഇടതുപക്ഷ നേതാക്കന്മാരെ, പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാരെ ജയിലിൽ അടയ്ക്കുന്നതിന് വേണ്ടി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നടത്തുന്ന ശ്രമങ്ങൾക്ക് സമ്പൂർണ്ണ പിന്തുണ നമ്മുടെ രാജ്യത്തെ കേരളത്തിലെ കോൺഗ്രസ് നൽകുകയാണ്. ഇത്തരം ശ്രമങ്ങൾക്കെല്ലാം എതിരായിട്ടുള്ള നല്ല വിധിന്യായമാണ് കോടതിയിൽ നിന്ന് വന്നിട്ടുള്ളത്. ഇനിയെങ്കിലും കേരളത്തോട് കൈകൂപ്പി മാപ്പ് പറഞ്ഞ് താൻ ഇനി ഇതുപോലുള്ള നിലപാടുകൾ സ്വീകരിക്കില്ല, തന്നോട് മാപ്പ് തരണമെന്ന് കേരളീയ സമൂഹത്തോട് അഭ്യർത്ഥിക്കുകയാണ് മാത്യു കുഴൽനാടനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ചെയ്യേണ്ടത്. അല്ലാതെ ഇങ്ങനെ വന്നിരുന്ന് തങ്ങൾക്കേറ്റ പ്രഹരത്തിന്റെ ഒരു വേദന പോലും മനസ്സിലാക്കാത്തവരെ പോലെ സംസാരിക്കരുത്. ഞങ്ങള് ഈ വിഷയം ഉയർന്ന ദിവസം മുതൽ ഇതുപോലുള്ള ഫ്ലോറിൽ ഞങ്ങൾ ഇരിക്കുകയാണ്. അതുകൊണ്ട് ശരത്തെ, ഇത് നിങ്ങളുടെ ഭാഗമായ കേരളത്തിലെ ചില ജേർണലിസ്റ്റുകൾ, ചില ആങ്കർമാർ തുടുത്തുവിട്ട നുണകൾ, ആ നുണകളും ഇവിടെ അവസാനിക്കണം. ആ ജേർണലിസ്റ്റുകൾ കേരളത്തോട് പറയണം, ഞങ്ങൾ പെരുമഴയത്ത് കള്ളത്തിൻ്റെയും നുണകളുടെയും കോട്ടയുണ്ടാക്കി പിണറായി വിജയനെയും മകളെയും ഞങ്ങൾ ആക്ഷേപിച്ചതിന് ഞങ്ങളുടെ ചാനലുകൾ മാപ്പ് പറയണം എന്നുകൂടി ഈ കേരളം ആവശ്യപ്പെടുകയാണ്. മനോരമയിലെയും ഏഷ്യാനെറ്റിലെയും അതോടൊപ്പം പ്രധാനപ്പെട്ട ചാനലുകളിലെ അവതാരകന്മാർ അടിസ്ഥാന പാഠങ്ങൾ, ജേർണലിസത്തിന്റെ അടിസ്ഥാന പാഠങ്ങൾ, ഒരു തെളിവുമില്ലാത്ത വാദങ്ങൾ, വിദണ്ഡവാദങ്ങൾ കേരളത്തിൽ ഉന്നയിച്ച് നമ്മുടെ സമയം കളഞ്ഞതിന് ഇതുപോലുള്ള ചാനലുകൾ മാപ്പ് ചോദിക്കണം. നമുക്ക് വളരെ വേഗത്തിൽ അവസാനിപ്പിക്കാം. എനിക്ക് 9 PM പോകേണ്ടതുണ്ട്. അതായത് മാപ്പ് പറയുക എന്ന് പറയുന്ന ഒരു കോൺടെക്സ്റ്റ് വന്നുകൊണ്ടാണ്. നേരത്തെ തന്നെ ഒരു ഓഫർ മാത്യു കുഴൽനാടൻ വെച്ചാണ്, പക്ഷേ ഇപ്പോൾ അദ്ദേഹം അത് മറന്നുപോയ മട്ടാണ്. അദ്ദേഹം പറഞ്ഞ ഫാക്ട്സ് തെറ്റാണെന്ന് തെളിഞ്ഞാൽ മാപ്പ് പറയാം വീണയോട് എന്നാണ് നേരത്തെ പറഞ്ഞത്. അതൊക്കെ ഇപ്പോൾ നമ്മുടെയൊക്കെ മുമ്പിലേക്ക് വീണ്ടും ഓർമ്മപ്പെടുത്തലായി വന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം അത് ഓർത്തിട്ടില്ല. എന്തു ആവട്ടെ, ഞാൻ പറയാൻ വന്നൊരു കാര്യം, റോണി ഏറ്റവും അവസാനം എടുത്തിട്ട് ആ കോൺടെക്സ്റ്റിൽ ലാലിന് ഏതെങ്കിലും ഒരു പോയിന്റ് കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ നമുക്ക് ചർച്ച വേഗം അവസാനിപ്പിക്കാം. താങ്കളുടെ ഊഴം. അല്ല, റോണിയുടെ പ്രഥമമായ വാദം എന്താണ്? റോണി കെ ബേബി പറയുന്നത് വിജിലൻസ് കോടതിയല്ലേ, സുപ്രീം കോടതി വരെ ഉണ്ടല്ലോ, കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചകൾ എടുക്കുക. ഇതിപ്പോൾ രാഷ്ട്രീയ ചർച്ചയാണല്ലോ. കേരള ഹൈക്കോടതി പല വിധികളും വരുന്നു, അത് നമ്മൾ ചർച്ച ചെയ്യുന്നു. ഇപ്പം CPM-നെതിരെ അല്ലെങ്കിൽ സർക്കാരിനെതിരെ ഒരു വിധി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതി ഉണ്ട്, അല്ലെങ്കിൽ സിംഗിൾ ബെഞ്ചിൻ്റെ ഡിവിഷൻ ബെഞ്ചും സുപ്രീം കോടതിയും കഴിഞ്ഞിട്ട് നമ്മൾ സംസാരിച്ചാൽ മതി, ചർച്ച ചെയ്താൽ മതി എന്ന് ഇവർ പറയുന്നില്ലല്ലോ. സർക്കാരിനേറ്റ തിരിച്ചടി എന്ന് പറയുന്നുണ്ടല്ലോ, ഇല്ലേ? അതുപോലെ കോൺഗ്രസിനേറ്റ തിരിച്ചടി. അതിൽ കൂടുതൽ ഞങ്ങൾക്ക് പറഞ്ഞില്ലേ, വിജിലൻസ് കോടതിയിലെ ഈ പറഞ്ഞ ലോവർ കോർട്ടാണ്, ഹയർ കോർട്ട്, അപ്പലേറ്റ് കോർട്ട്സ് ഉണ്ട്, അവിടെയും നിങ്ങൾ തോക്കും. അത് നമ്മുടെ പ്രതീക്ഷയാണ്. അപ്പൊ അത് കഴിഞ്ഞ് മാത്രമേ നമുക്ക് അണ്ടർലൈൻ ചെയ്ത് പറയാൻ പറ്റത്തുള്ളൂ തോറ്റു എന്ന് അങ്ങനെ ഒരു വാദം നിങ്ങൾ വെക്കുകയാണെങ്കിൽ, നിങ്ങൾ ഇവിടെ സർക്കാർ തോറ്റു അല്ലെങ്കിൽ പിണറായി വിജയന്റെ പരാജയം എന്ന് ഹൈക്കോടതിയുടെ വിധി വരുമ്പോൾ പറയരുത്. സുപ്രീം കോടതിയുടെ കഴിഞ്ഞ് അങ്ങനല്ലേ എല്ലാം പറയാവൂ. കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നല്ല ബുദ്ധിമാന്മാരും വിവേകമുള്ളവരുമാണ്. ജനങ്ങളെ കബളിപ്പിക്കരുത്. ഈ വിധിയിൽ പാഠം പഠിക്കണം മാത്യു കുഴൽനാടനും കേരളത്തിലെ കോൺഗ്രസും. നമുക്കേതായാലും ഈ രാഷ്ട്രീയ നിരീക്ഷണങ്ങളിൽ ഈ ചർച്ച അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. നന്ദി 3 പേർക്കും സഹകരിച്ചതിനും അഭിപ്രായങ്ങൾ പറഞ്ഞതിനും. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുകയാണ്.